أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നങ്ങി ബന്നതും ഒരുമിച്ച് കൂടിയതും എല്ലാം ഇഖ്ലാസോടു കൂടെ ചെയ്ത സൽക്കർമ്മമായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഞങ്ങളെല്ലാവരെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളെയും അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മാഫാക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ തണ്ടെങ്കത്തെ മഹത്വങ്ങളിൽപ്പെട്ടതായി ദിക്ർ ഈ പരിശുദ്ധമായ മുഹറം റമദാൻ തീന്നൽ പിന്നെ ശവ്വാലിലെ തുടക്കം മുതലേ വലിയ ബറക്കത്തും ദുൽഹിജ്ജയും ആന ഒന്നു തീരുമ്പോൾ ഒന്നരെ പോലെ വലിയ വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു തന്നെങ്കത്തെ പോരിശയാക്കപ്പെട്ട ഓരോ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് പരിശുദ്ധമായ മുഹറം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചെങ്കത്തെ ആദരിച്ചെങ്കത്തെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും വസ്തുക്കളെയും സൃഷ്ടികളെയും എല്ലാത്തെയും അള്ളാഹു ചൊന്നതുപോലെ ബഹുമാനിച്ച് ആദരിക്കുകയും വലിയ പ്രതിഫലങ്ങൾ സമ്പാദിക്കുകയും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയ മുഹറം, ആശൂറ, താസുഅ, ഹിജരി കാലണ്ടർ തുടങ്ങിയ വിഷയ ഞങ്ങൾക്കെല്ലാവർക്കും കേട്ടു പരിചയമുള്ളതായെങ്കിലും ചെറിയ രൂപത്തിൽ ആ വിഷയത്തിൻ്റെ ഒന്നുകൂടി ഞങ്ങൾ നനപ്പാക്കുകയും ഉദ്ദേശിച്ച ചൊല്ല് വിഷയത്തിൻ്റെ ക്ലാസ്സിൽ ഫുള്ളായിട്ട് കാതു കൊടുത്തു. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റെ ചൊന്ന വിഷയ പ്രധാനമായ പോയിന്റുകൾ എന്തെല്ലാം ചൊന്നു നനപ്പ് വേണം. കാരണം അത്യാവശ്യമായ വിഷയങ്ങളായിട്ട് ഇൻ്റെ ഞങ്ങൾ ചർച്ച ചെയ്യും. എപ്പോഴും ചർച്ച ചെയ്തത് അത്യാവശ്യമായ വിഷയമേ. പക്ഷെ ഇന്നത്തേത് ആരെങ്കിലും കേട്ടെങ്കിൽ ചൊന്നു കൊടുക്കുക പോലും സ്പഷ്ടമായി ചൊന്നു കൊടുക്കുക, സ്പഷ്ടമായി ഞങ്ങൾക്ക് ഗുന്തു വേണം. അള്ളാഹു ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഏതൊരു വിഷയവും ഒരു മുഅ്മിനായ മനുഷ്യക്ക് അമൽ ആക്കണമെങ്കിൽ നാളിൽ ഒരു രീതിയിലുള്ളെങ്കിലത്തെ തെളിവ് പ്രമാണങ്ങൾ പ്രൂഫ് ഒരു മനുഷ്യക്ക് അത്യാവശ്യമായിട്ടിരിക്കണം.
ചൊന്നെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ചൊന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ 5 വക്ത് ഫർദ് നിസ്കാരം നിസ്കരിക്കുക. 5 വക്ത് ഫർദ് നിസ്കാരം നിസ്കരിക്കുമെന്ന് ചൊന്നിട്ട് എവിടുണ്ടു? പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ആ നിസ്കാരത്തെ വിശദാംശങ്ങൾ ഹദീസിലുണ്ട്. അതുപോലെ ആ നിസ്കാരത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവിടെ ഖുർആനും സുന്നത്തിലൂടെ ഉണ്ട്. ഞങ്ങൾക്ക് ചുരുക്കിയിട്ട് ചൊല്ലാം. അതേപോലെ ചില കാര്യങ്ങൾ ഹദീസിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യം. അവ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ഈ 4 പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ട്. ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് അമലാക്കണമെങ്കിൽ, ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് വിശ്വാസപരമായത് അമൽപരമായത് ഏത് വിഷയമായെങ്കിലും അതങ്ങ് ആക്കണമെങ്കിൽ ഒന്നാ ഖുർആൻ ചൊല്ലണം, അല്ലെങ്കിൽ സുന്നത്തിൽ വേണം, അല്ലെങ്കിൽ ഇജ്മാഇൽ വേണം, അല്ലെങ്കിൽ ഖിയാസിൽ വേണം. ഖുർആൻ ചൊന്നെങ്കിൽ എന്തിന് ഞങ്ങൾക്ക് പിടിയുണ്ടു? അത് പിടിയില്ലാത്ത ആറുമില്ല. അള്ളാഹുടെ കലമായ ഖുർആനെ സംബന്ധിച്ച് ഗുന്തില്ലാത്ത ആറുമില്ല. എല്ലാവരും ഗുന്തുന്നു ഖുർആൻ എന്തരയുണ്ട്. രണ്ടാമത്തേത് സുന്നത്ത്. സുന്നത്ത് ചൊന്നെന്തിരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കു ചൊന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കു പെർമിഷൻ കൊടുത്തത്. ഇങ്ങനത്തേത് കേട്ടിക്കട് സുന്നത്ത് ഉണ്ട് ചൊല്ലേ. അർത്ഥം ഇടിക്കുമ്പോഴേക്ക് ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തങ്ങളുടെ ലൈഫിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സുന്നത്തിന് ചൊല്ലും. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കിയിട്ടില്ല, വേറെ ആരട്ടിക്ക് ആക്കു ചൊന്നറുണ്ടായെങ്കിൽ അതുക്കും സുന്നത്തിന് ചൊല്ലും. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കിയിട്ടുമില്ല, ആക്കു ചൊന്നിട്ടുമില്ല, വേറെ ആരോ ആക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മൗനമായിട്ട് അതൊക്കെ പെർമിഷൻ കൊടുത്തു. മൗനമായിട്ട് പെർമിഷൻ കൊടുത്തിരുന്നെങ്കിൽ തങ്ങളെ എതിരിൽ വെച്ച് ഒരാൾ അങ്ങനത്തെ സ്വറ ആക്കിയെങ്കിൽ അതാക്കു തീരാത്തതുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അപ്പമേ ചൊല്ലു തീരാണ്ട്. കാരണം നബി തങ്ങൾ റസൂലായിട്ടിക്ക്, റസൂലുണ്ടാകുമ്പത്തു തീരാത്തത് തീരാച്ചൊന്ന് തപ്പമേ ചൊല്ലണു. അത് ചൊല്ലൽ റസൂലിൻ്റെ മേൽ കഡായിട്ടിക്ക്. അപ്പോൾ തങ്ങാൻ്റെ മുന്നോലൊരു കാര്യം ആകുമ്പത്തു തങ്ങ അത് നീ ആക്കണ്ടാണ്ട് ചൊന്നിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തിനാ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ദീനിൽ പെർമിഷൻ ഉള്ളതുണ്ടായിരിക്കട് മനസ്സിലാവിടെ. അപ്പോൾ സുന്നത്ത് എന്തിനാണ് നിങ്ങൾക്ക് പിടിയേറ്റ്? എന്നിട്ട് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കുക ചൊന്നെങ്കിൽ പഠിപ്പാട്ടിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കവും മൗനമായിട്ട് പെർമിഷൻ കൊടുത്തത്. മൂന്നാമത്തേത് ഇജ്മാഅ്. ഇജ്മാഅ് ചൊന്നെങ്കിൽ ഒരു കാലത്തെ സഹാബാക്കൾ ഇടി, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ അഇമ്മത്ത് ഇമാമിങ്ങൾ മഹാന്മാർ ഇടി മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാ മഹാന്മാരും ഒരു വിഷയത്തിൽ ഭിന്ന അഭിപ്രായം ഇല്ലാണ്ട് ഒരേ അഭിപ്രായ ബന്ധത് കൈടിക്കൽ ഇജ്മാഅ് ചൊല്ല്. ഒരേ അഭിപ്രായ ബന്ധ ചൊന്നെങ്കിൽ ബഹുമത്താണ്ടല്ല. ബഹുമത്ത ചൊന്നെങ്കിൽ യാരത്തങ്ങ ചൊന്നാർ കൊറിയാൾ എതിർത്താറുണ്ടർത്ഥ. ഒരേ അഭിപ്രായം ചൊന്നെങ്കിൽ ഒരാൾക്കും എതിരഭിപ്രായമില്ല, എല്ലാവരും ഒരേ അഭിപ്രായം. ഉദാഹരണത്തിന് ഇപ്പം ചൊല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വഫാത്തായിട്ടാമത്ത് ഖലീഫ ആറാവണം ചൊല്ല വിഷയത്തിൽ ചർച്ച നടന്നുകൊണ്ടുണ്ട്. ആ ചർച്ചയിൽ, ആ മീറ്റിങ്ങിൽ ഖലീഫ ആറാവണോ ചൊല്ലെങ്കിലത്തെ ചർച്ച ആയപ്പോൾ ഒന്നാമത്തെ ഖലീഫ ആറ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവണുണ്ടു. ആ മീറ്റിങ്ങിൽ ഇന്നെ
എല്ലാ സ്വഹാബാക്കളും ഒരേ അഭിപ്രായം ചൊന്നാറ്, രണ്ടാമത്തെ അഭിപ്രായം ചൊന്നിട്ടില്ല. അതൊക്കെന്തൊരു ചൊല്ലു? അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭിന്നമതയില്ലാണ്ട് ഐക്യകണ്ഠ അഭിപ്രായ, ഒരേ അഭിപ്രായ, ഐക്യത്തെ അഭിപ്രായം ഇല്ലെങ്കിൽ അതുക്ക് ഇജ്മാഅ് എന്ന് ചൊല്ലും. നാലാമത്തേത് ഖിയാസ്. ഖിയാസ് ചൊന്നെങ്കിൽ ഉദാഹരണയിലൂടെ നമുക്ക് ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് അല്ലെങ്കിൽ ഖുർആനിലാ സുന്നത്തിലാ ഏതെങ്കിലും ഒരു കാര്യത്തെ ഇസ്ലാമുൽ നിയമമാക്കുക കാരണമായെങ്കത്തെ കാരണങ്ങൾ എന്തിനെ ചെന്ന് നോക്കിയിട്ട് അതേ കാരണങ്ങളുള്ളെങ്കത്തെ സബ്ജക്റ്റരെയും അതേപോലെ ഇസ്ലാമിൽ ആ വിഷയത്തും റൂൾസ്ക്കും വേണ്ട. അപ്പൊ അതിരെ ഹുക്കുമ്പടെ ഇതുക്കും ചൊല്ലും. സുലാഭത്തിൽ അർത്ഥാവിടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ പുതിയ ടൈപ്പിടെ വൈൻ എല്ലാം ബന്നർ, വൈൻ ഷോപ്പിലല്ല. ഇപ്പം പണ്ടത്തെ പോലല്ല. പണ്ടല്ല കള്ളു കുടിക്കണമെങ്കിൽ ആൾമാരെ ഷേന്തി അങ്കടി എന്ത് ദൊഡ്ഡി ഉണ്ടാ എന്തോ ഒരു പേരിലല്ല, അത് കണ്ടെങ്കിൽ മനസ്സ് പോലെ അതിരെ മുട്ടത്തിൽ റോഡിൽ പോണ്ടെങ്കും അതിരെ നാത്ത സ്മെല്ല് അടിക്കിടുതൽ മനസ്സ് മുട്ട പോകാവില്ല. അതേസമയത്ത് ഇണ്ട് ബലെ ബംഗാരങ്ങാടി പോലെ വൈൻ ഷോപ്പുകൾ മൈക്കാലത്തല്ല നിങ്ങൾ കണ്ടിട്ടിക്കുവാറ്. അവിടെ ഉള്ള വൈൻ ഷോപ്പുകളിൽ ഉള്ളെങ്കത്തെ ഓരോ മധ്യ കുടിക്കണമെങ്കത്തെ ആ വസ്തുക്കൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതേ ഇന്നമാണ് ഒക്കെ അല്ല, അതിന്നല്ല ಬೇರೆ ಬಸ್ತಿಂತ. ಇವ ನಂಗಲ್ಲ ചെടിയൊക്കെ മുത്തുക്ക് ಬೇರೆ ಬಸ್ತಿಂತ, ഇപ്പല്ല ಬೇರೆ വന്നത്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലത്തെ വസ്ത്രയാണ് ഞങ്ങൾ ഹറാമെന്ന് ചൊല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ വസ്തില്ല എന്തല്ലേ. അപ്പൊ അത് ഹറാമുണ്ട് ഞങ്ങൾ ഇസ്ലാം വിധിക്കണ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വൈൻ ഹറാമാവുള്ള കാരണ, കള്ള് ഹറാമാവുള്ള കാരണ അതിൽ കള്ളു കുടിച്ചെങ്കിൽ മസ്താവോട് ബുദ്ധി നഷ്ടപ്പെട്ട് ചൊല്ലെങ്കത്തെ റീസണായിട്ടേക്ക് അത് ഹറാമാക്കുള്ള കാരണം. ഇണ്ട് ബന്നെങ്കത്തെ പുതിയ എല്ലാ വൈനിലും അണ്ട് ഹറാമാക്കോ കാരണമായ അതേ ബുദ്ധി നഷ്ടപ്പെടുത്തരെങ്കത്തെ മസ്താവുടെങ്കത്തെ കാര്യങ്ങൾ ഇണ്ടത്തെതിലും ഉണ്ടു. ഒരു ഉദാഹരണം ചെന്നതാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധി നഷ്ടപ്പെട്ടെങ്കത്തെ ഏത് കാര്യത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയ ആ ഒരു അസുൽ നിയമം വെച്ചിട്ട് ഇതും ഹറാമു ചെന്നിട്ട് വിധിക്കരുത്. അപ്പൊ അതൊരു നിയമത്തെ ഇതൊക്കെ വിധിക്കുവാനായിട്ട് കാരണം നോക്കിയിട്ട് തീരുമാനിക്കണമെങ്കത്തെ വിഷയത്തിൽ ഖിയാസ് എന്ന് ചൊല്ലും. ഇപ്പം 4 വിഷയം നിങ്ങൾക്ക് അർത്ഥമായിരിക്കും. അർത്ഥമില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആരെങ്കിലും കേൾക്കാം. നിങ്ങളെ മാമ്മാർ ആരെങ്കിലും ഉള്ളാറ് നിങ്ങൾക്ക് സമാചം തരുവാറ്. അല്ല എംപവർ പണ്ടെങ്കിലത് പഠിച്ചിട്ടിക്കുവാറെന്നാണ് പേരിക്കടെ. അപ്പോൾ 4 ഇസ്ലാമുടെ തെളിവുകൾ, ഇസ്ലാമുടെ പ്രമാണങ്ങൾ. ഒന്ന് ഖുർആൻ, പിന്നൊന്ന് സുന്നത്ത്, പിന്നൊന്ന് ഇജ്മാഅ്, പിന്നൊന്ന് ഖിയാസ്. ഖുർആനിൽ ഒരു വിഷയം എന്നെതിരെ നിഷേധിച്ചെങ്കിൽ അത് കഠിനമായ തപ്പ്. ഇപ്പോൾ ഉദാഹരണത്തിൽ ഫർദ് നിസ്കാരം നിസ്കരിക്കും ചെന്നു ഖുർആനിലേ ഉണ്ട്. ഒരാളിനാ നിസ്കരിക്കില്ല ചെന്നെങ്കിൽ ഫർദ് നിസ്കരിക്കുകയില്ല ചെന്നെങ്കിൽ അങ്ങനത്തെ കാഫിറിൻ്റെ ഇടിക്കിട് ഇസ്ലാം വിധിച്ചത്. കാരണം അങ്ങ് അള്ളാഹുടെ ദീൻ്റെ നിയമത്തെ നിയമം പോലെ അംഗീകരിക്കുക ആവില്ലെങ്കിൽ പിന്നെ അങ്ങനെ മുസ്ലിം ഉണ്ട് ചൊല്ലില്ല. രണ്ടാമത്തേത് സുന്നത്ത്. സുന്നത്തിൻ്റെ ചൊല്ലുമ്പോൾ ചമ്മത്താൽമാർ സുന്നത്തിനെ മനസ്സിലാക്കൂ തിരിയാണ്ട് കുടുങ്ങിപ്പോയ മക്കളാണ്. ഇപ്പത്തെ ഈ സമാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയിട്ടില്ലാണ്ട് ഒരേ പാട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പെద్దക്ക് സുന്നത്ത് ചൊന്നെങ്കിൽ എന്തിരെ പിടിയില്ലാണ്ട്. സുന്നത്ത് എന്തിരി ചൊന്ന പിടിയെന്നെങ്കിൽ അങ്ങനെ ചൊല്ലാറാണ്. നബി തങ്ങ ആക്കിയത് മാത്രം സുന്നത്തല്ലേ. സുന്നത്ത് ചൊന്നെങ്കിൽ എന്തിരി ഇപ്പം ഞങ്ങൾ പഠിച്ച നബി സല്ലല്ലാഹു തങ്ങ ആക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കുക ചൊന്നത്, നബി സല്ലല്ലാഹു തങ്ങ ആക്കുക മൗനമായി പെർമിഷൻ കൊടുത്തത്. അപ്പം നബി തങ്ങ ആക്കിയത് മാത്രമല്ല സുന്നത്ത്, ആക്കുക ചൊന്നതും സുന്നത്ത്.
വേറാലാക്കുമ്പോൾ മൗനമായി സമ്മതി കൊടുത്തതും സുന്നത്ത്. അപ്പൊ സുന്നത്ത് ചൊല്ലി ഇസ്ലാമിയുടെ പ്രമാണ അത് എന്തിനെ ചൊന്തു പിടിയില്ലാത്തത് കൊണ്ടായിരിക്കട് നബിതങ്ങാക്കിയത് ചൊന്തു ഒരു പുതിയ സ്റ്റൈലിൽ ഒരു വാദ എൻ്റെ നമുക്ക് പുറത്തെല്ലാം കാണാം. ഞാൻ എൻ്റെ സബ്ജക്റ്റ് വന്നുകൊണ്ടില്ല, അതൊക്കെ മുന്നോലും ഈ വിഷയം ചൊല്ലൽ അനിവാര്യമായത് കൊണ്ടായിരിക്കട് ഫസ്റ്റ് ഞാൻ ഈ വിഷയം ചൊന്നുകൊണ്ടില്ല. ഇത് പഠിച്ചിട്ടേ വെച്ചുള്ളതാണ്. അപ്പൊ സുന്നത്തെന്തിരെ ഖുർആൻ എന്തിരെ? അപ്പൊ സുന്നത്തെന്തിരെ ചൊന്നത് പിടിയുന്നെങ്കിൽ അങ്ങനെ ആരും ചൊല്ലല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ പള്ളി അങ്ങനെ എന്ത്, ഇന്നത്തെ കാലത്തെ പള്ളി അങ്ങനെ ഉണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കാത്തതല്ലേ പള്ളി കാർപ്പറ്റല്ല വിരിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ മദീനത്തെ പള്ളിയുടെ പൊയ്യിൽ നിസ്കരിച്ചിട്ട് ആ മണ്ണും പൊയ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെറ്റിക്ക് തട്ടരീത്തിൽ സ്വഹാബത്തും അതേപോലെ നിസ്കരിച്ചാറ്. മതിൽ സാധനാക്കിയിട്ടില്ല. അതേപോലെ മാട് ഇതുപോലെ സ്ലാബിട്ടതല്ല, AC ഇല്ലെന്ത് അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ നോക്കുപോയെങ്കിൽ ഇണ്ടത്തെ പള്ളിയും മണ്ടത്തെ പള്ളിയും ജാവും പോലും വ്യത്യാസമുണ്ട്. അത് രണ്ട് അപ്പുറം വ്യത്യാസമുണ്ട് ചൊല്ലാം അല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ആക്കിയിട്ടില്ല, കാർപ്പറ്റർ മേൽ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിക്കാത്തതുപോലെ അങ്ങനെ നിസ്കരിക്കില്ല, ഞങ്ങൾ മണ്ണിലും പൊയ്യലും നിസ്കരിക്കില്ല എന്ന് തീരുമാനിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ മേക്ക് വെച്ച് ക്ലാസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ മേക്ക് വെക്കില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡ്രസ്സ് ഇസ്തിരി ഇട്ടുകൊണ്ടില്ലെന്ന്, അതുകൊണ്ട് ഞാൻ ഇസ്തിരി ഇടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കേക്ക് ചൊല്ല ബസ്തില്ലെന്ത്, ബിരിയാണി ചൊല്ല ബസ്തില്ലെന്ത്, ഇപ്പൊ കാണ്ട് ജ്യൂസുകളൊന്നുമില്ലെന്ത്, അതുകൊണ്ട് നക്കതീതും വേണ്ട. ആ കാലത്ത് ഈത്ത പോലത്തെ പീസെല്ലാം തിന്ന് ജീവിച്ചിര്, പൈക്കുമ്പത്തു ഭയത്തുക്ക് കല്ല് കെട്ടി ജീവിച്ചിര്, നാനും അങ്ങനെ ജീവിക്കടേ. നബി ആക്കാത്തത് നാനാക്കില്ല. അങ്ങനല്ലേ വേണ്ടേ? അങ്ങനെയെങ്കിൽ കുടുങ്ങിത്തല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആക്കാത്തത് ചൊല്ലെങ്കിൽ ഒരു പുതിയ ഒരു ടൈപ്പിടെ വസ്വാസയുടെ കൊമ്പന്നരെ സുന്നത്ത് ജമാഅത്തിലെ വിരോധിങ്ങ. അതെന്തി കൊമ്പന്നരെ ചൊന്നെങ്കിൽ അങ്കവേന്മായ പല പത്തു കൊടുക്കുകയായിട്ട്. അപ്പൊ കറക്റ്റ് പഠിച്ചു വെച്ചുള്ള ഒരു സുന്നത്ത് ചൊന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയത് എന്നിട്ട് മാത്ര അർത്ഥമല്ല. നബി തങ്ങ ആക്കിയതും ആക്കുക പഠിപ്പാട്ടിയതും പിന്നെ ആക്കുക മൗനമായി സമ്മതി കൊടുത്തതും. രണ്ടാമത്തേത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാനത് വിശാലമായി ചൊല്ല ഉദ്ദേശിക്കില്ല. മൂന്നാമത്തേത് ഇജ്മാ. ഞാൻ ഇപ്പോൾ ഇജ്മാ ഒരു എക്സാമ്പിൾ ചൊന്ന എന്തിരത് മറന്ത എന്തിന് ഇജ്മാ എക്സാമ്പിൾ ചൊന്നേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കിയാറ്. ആ ഖലീഫയാക്കിയ വിഷയത്തിൽ സഹാബാക്കൾക്ക് ആർക്കും ജണ്ടഭിപ്രായം ഇല്ലെന്ന്, എല്ലാവരും കൂടി ഒരേ അഭിപ്രായ അത് കേട്ടിട്ട് ഐക്യ അഭിപ്രായത്തിക്ക് ഇജ്മാ എന്ന് ചൊല്ലു അല്ലേ. എക്സാമ്പിൾ നിങ്ങൾക്ക് അർത്ഥമായിട്ട് മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉള്ള കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലെന്ന് ഫസ്റ്റ് ഖലീഫ ആറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഷിയാക്കൾ ചൊല്ലാറ് അത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവു തീരന്ത് നബി തങ്ങ വഫാത്തായ പിന്നെ ഫസ്റ്റ് ഖലീഫ ആറാവണെന്ത് അലി റളിയല്ലാഹു അൻഹു ആവണെന്ത് എന്ന് ചൊല്ലാറ്. കേട്ടാറാ? ഇറാണ്ടെങ്കിലെ ബാങ്ക് കേട്ടാറ് നിങ്ങൾ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെന്താ ചൊല്ലേ? അഷ്ഹദു അന്ന അലിയം വലിയുള്ളാഹ്. പുതിയ ബാങ്ക്. അതിന് നിങ്ങൾ അങ്ങനെ ചൊല്ല്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു മഹത്വം ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിൻ്റെ അധികാരത്തെ വലിച്ചെടുത്തിട്ട് അലി റളിയല്ലാഹുവിനെ ഖലീഫയാക്കാണ്ട് ഇങ്ങമേ അധികാരാക്കിക്കൊണ്ടേ ചൊന്തു ഖലീഫമാരെ മേൽ ആരോപ ഇട്ടുകൊണ്ടും സ്വഹാബാക്കൾ എല്ലാരെയും ഇജ്മാ ഒമ്മത്തെ അഭിപ്രായത്തെ ഉപദേശിച്ചിട്ട് വിരോധിക്കുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമായതായിരിക്കും.
അപ്പൊ ഇജ്മാ ഉണ്ടു ഈ വിഷയത്തിലുള്ളെങ്കത്തെ ഇജ്മായുടെ നിഷേധിക്കരുത് പരിശുദ്ധമായ ഇസ്ലാം അംഗീകരിച്ചെങ്കത്തെ കാര്യമല്ല. അപ്പൊ ഇജ്മാ എന്തിനാണ് പിടിയേറ്റല്ലേ? ഖുർആൻ സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, അതും പിടിയേറ്റ് നിങ്ങൾക്ക്. അതും എക്സാമ്പിളിലൂടെ നാണ് ചൊന്ന. ഈ 4 വിഷയ വരിങ്ങോട്ട് വന്നിട്ട് കേട്ടെങ്കും മുന്ത് വേണം. ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും എപ്പോൾ കേട്ടും പിടി വേണം. ഇതിപ്പോൾ ഞാൻ ചൊന്നത് 4 പേരും പിടി വേണം. അതങ്ങനെ ചൊന്നെങ്കിൽ എന്തിനു പിടി വേണം? അതൊരു എക്സാമ്പിളിലൂടെ ചൊല്ലവും പിടി വേണം. അർത്ഥമായില്ലെങ്കിൽ അതൊരു സമ അർത്ഥാക്കണം. കേട്ടിട്ട് സമ അതൊരു അർത്ഥാക്കിയിട്ട് എപ്പോൾ കേട്ടെങ്കിൽ മാറുതും ചൊല്ലുക അവിടെ വില പിടി വേണു. അതെന്ത് ഉസ്താദ്? അത് ഏನೇನೆಲ್ಲ മുന്നോളത്തെ പേര് ഇന്നെങ്കിൽ ആവില്ല. നിങ്ങളെ ഉദ്ദാക്കി കൊമ്പോണ്ടാറ് ನಾನು ಸುನ್ನಿ ಚೊಂದು ಹೆಚ್ಚಿಗೆ നേരെ തേക്കുവാറ് വിടില്ല. കിട്ടിയവിടെ കൊമ്പോയിട്ട് ഏതെങ്കിലും ഒരു ജാത്തിൻ്റെ മെമ്പറാക്കി വിടാറ്. അപ്പോൾ കറക്റ്റ് പഠിച്ചു വെച്ചെങ്കിൽ ഖുർആനും സുന്നത്ത് ഇജ്മാ ഖിയാസ് പാട്ട ചൊല്ലു തുടങ്ങി. പിന്നെ ആ മുട്ടത്ത് ഇബ്ലീസേ വേണ്ടില്ല. പിന്നെ ഉമർ റളിയല്ലാഹു കാണുമ്പോൾ ഇബ്ലീസ് ബാരത്തേറിൽ പോയ പോലെ നീങ്ങളെ കാണുമ്പോഴത്തേക്കും അപ്പുറ സൈഡിൽ പോണ്ടാറാണ്. ഞാനിതെന്തിൽ ചൊന്നു വന്നു ചെന്ന വിഷയം നിങ്ങൾക്ക് അർത്ഥമില്ല. മുഹറമുടെ ഒലിമ്പോവും 10 സുന്നത്ത് നോമ്പുണ്ട്. ഏതെല്ലാം നോമ്പത്? താസുഅ, പിന്നെ ആശൂറ. ഇപ്പൊ കുറെ ജീവികളുള്ളവർ അങ്ങ് ആശൂറയുടെ നോമ്പ് മാത്രം പിടിക്കേ, ഒലിമ്പോട് നോമ്പ് പിടിക്കില്ല. അതൊക്കെ അങ്ങ് കാരണം ചൊല്ലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിമ്പോട് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിട്ടില്ല, അതുകൊണ്ട് സുന്നത്തില്ല. അത് കേട്ടിട്ട് ഞാനിപ്പോൾ 4 വിഷയം നിങ്ങൾക്ക് പഠിപ്പാട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പിടിച്ചിട്ടില്ല. ഒക്കെ ഉസ്താദ് പിടിച്ചിട്ടില്ലേ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലിമ്പോട് നോമ്പ് പിടിച്ചിട്ടേ ഇല്ല. പിന്നെ നോമ്പ് പിടിച്ചില്ലേ? 10 മാത്രം പിടിച്ചു. അപ്പൊ പിന്നെ എന്തെയ്യുന്നു? അങ്ങ് പിടിക്കടേ. അന്നങ്ങ് പിടിക്കൂ. കാരണം ഞങ്ങളൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിടിക്കൂ. പടിപ്പാട്ടി എങ്കത് സുന്നത്തല്ലേ ഒക്കൂ. അവധിന്തല്ല. വിഷയ ക്ലിയർ ആയിത്തല്ല, ഗലാട്ടില്ല. ഒലിമ്പോടുന്നും പിടിക്കണു, 10 പിടിക്കണം. ഒലിമ്പോടുന്നും പിടിക്കൊണ്ട് പടിപ്പാട്ടി ഇതോടുണ്ടു. അത് ഹദീസിലുണ്ട്. ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. തസുഅ അല്ലേ? താസിഅ ഒലിമ്പോ. 1 2 3 4 5 6 7 8 9 അതാണ് താസിഅ, താസുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മുഹറമുടെ നോമ്പു 12 പിടിക്കുക പടിപ്പാട്ടുള്ള കാരണമേ ഫവജദൽ യഹൂദ, യഹൂദികൾ ആശൂറയുടെ നോമ്പ് പിടിച്ചോ എന്നാറ് കാരണം കേട്ടപ്പോ അങ്ങ് ചൊന്നാറ്. ഈ ആശൂറയുടെ നാള് ചൊല്ലത് മഹാനായ സയ്യിദുന കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമുടെ ഫിർഔന്റെ ഉപദ്രവത്തിൽ നിന്ന് ബച്ചാവാക്കിയത്തെ നാളായിട്ടിക്കറ്. അതുകൊണ്ട് ഞങ്ങളെ മൂസ നബി അലൈഹി ഇസ്ലാമു അള്ളാഹു രക്ഷണ കൊടുത്തെങ്കത്തെ നാളായതുകൊണ്ട് 54 നോമ്പ് തങ്ങ സന്തോഷത്തിന് വേനായി ശുക്റായിട്ട് ഞങ്ങൾ 54 നോമ്പ് തങ്ങ പിടിച്ചോണ്ടിക്കട. എല്ലാവരും പിടിക്കട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു, ഇങ്കെന്ത് മൂസ നബി യഹൂദിങ്ങ അല്ലേ? യഹൂദിങ്ങ ഒരു കാലത്തങ്ങനെ ബോബമാറ് കാലത്ത് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സമാനിൽ മൂസ നബിയുടെ അനുയായിയായിട്ട് ഇന്നങ്ങ് മുസ്ലിമിങ്ങമേ. പക്ഷെ ഇപ്പൊ ഇന്ന യഹൂദിങ്ങൾ കാഫിരിങ്ങളല്ലേ? ഈ കാഫിരിങ്ങളായ യഹൂദിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിടെ ബഹുമാനിച്ചിട്ട് പിടിക്കലെങ്കിൽ മൂസ നബി അലൈഹി ഇസ്ലാമുമായിട്ട് യാറെ കണക്ഷൻ ഉള്ള മുസ്ലിമിങ്ങളായ ഞങ്ങല്ലേ? അപ്പൊ ഇങ്ങനെ കണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ അള്ളാഹു ബച്ചാവാക്കിയതിന്റെ പേരിൽ അള്ളാഹു ശുക്റാക്കുകു യാറ അവകാശപ്പെട്ടങ്ങ അർഹതപ്പെട്ടങ്ങ മുസ്ലിമീങ്ങളായ ഞങ്ങ ഇടിക്കറ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആശൂറയുടെ സുന്നത്ത് നോമ്പിടിക്കുന്നു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാടിത്ത് മാത്രമല്ല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നോമ്പിടിച്ചത്. പിന്നെ നോക്കുമ്പോ യഹൂദിങ്ങം ഞങ്ങം ഒരേപോലെ ആക്കി ബലാവിടല്ലേ അല്ലേ?
യഹൂദിങ്ങൾ നിങ്ങൾ ഒരേപോലെ ആക്കിയ പോലെ ആകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലേ അല്ല. സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ചൊന്നതിന്റെ അർത്ഥം എന്തേ? യഹൂദി നസ്രാനികളെ തേരുൾ ഞങ്ങളാക്കണ്ട. ഒരർത്ഥാണ്, ഒരു വ്യാഖ്യാനം. യഹൂദിനും നസ്രാനികളെയും തേരുള്ളൂ ഞങ്ങളെ ആക്കണ്ട. അപ്പൊ യഹൂദി നസ്രാനിങ്ങൾ ചെന്നെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഒരു കാരണത്താലും ആ സ്റ്റൈൽ ആവുകയെ തീരാ. അതുകൊണ്ടല്ലേ ബർത്ത്ഡേ ആക്കുമ്പത്തു യഹൂദിങ്ങാക്കിയ പോലെ ആക്കണ്ട, യഹൂദിങ്ങളെ പോലെ മുടി കെട്ടാക്കണ്ട, യഹൂദിങ്ങളെ പോലത്തെ ആചാര വിചാരങ്ങൾ നിങ്ങൾ ആക്കണ്ട, ക്രിസ്ത്യാനികളെ പോലെ നിങ്ങൾ ആക്കണ്ട. ആയങ്ക ഈ ഉമ്മത്തിങ്ങ ഖിയാമത്ത് നാളായോണ്ട് പറയുമ്പോൾ ഈ ഉമ്മത്തിനങ്ങളെ പണി എന്തിനു ചൊന്നെങ്കിൽ യഹൂദി നസ്രാനിങ്ങ എന്തിനാ ആക്കിടാറുണ്ട്, തേടി പിടിച്ചിട്ട് അതേപോലെ ആക്കിടാറുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്കത് ഇഷ്ടമല്ല, യഹൂദിങ്ങ ആക്കിടത് പോലെ ആക്കിടത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഈ ഉമ്മത്തിൽ പെട്ടങ്ങ അങ്ങനെ തേടി പിടിച്ചിട്ട് അങ്ങ് എന്തിനാക്കിക്കൊണ്ടുള്ളാറ്, ഏത് ടണലിലുള്ളാറ്, ഏത് മണ്ണിടയിൽ പോയി തെച്ചിറാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്തു അങ്ങ ഉടുമ്പു ദയിക്കിടെങ്കത്തെ മണ്ണിടയിൽ ദയിക്കിടെങ്കത്തെ ഉടുമ്പുടെ പൊത്തിക്കിട് ഉടുമ്പു മണ്ണിടെ ഉൽഗത്തുക നൂലിടെങ്കത്തെ അടിഭാഗത്തിൽ അതിർക പോയിട്ടൊരു യഹൂദി പോയി ഒഞ്ചി തെച്ചെങ്കിൽ നിങ്ങൾ അവൻ്റെ തേടി പിടിച്ചിട്ട് അവനെ അങ്ങനെ ആക്കടെ നോക്കിയിട്ട് അതേപോലെ ആക്കുവാറ്. അള്ളാഹു കാക്കട്ടെ. എത്രത്തോളം ഈ സമുദായത്തെ ആൽമാർ യഹൂദിങ്ങാക്കിയ പോലെ ആക്കിടാറ് ചൊന്ന നബി സല്ലല്ലാഹു തങ്ങൾ സ്പഷ്ടമായി ചൊന്നെതിരെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒക്കല്ലിപ്പാക്കിയുള്ളാറല്ല മനുഷ്യന്മാരല്ല. യൂറോപ്പിലങ്ങ് എന്താക്കിയുള്ളാറ്, ഇസ്രയേലിലങ്ങ് എന്താക്കിയുള്ളാറ്. എത്ര തോല് ചൊന്നെങ്കിൽ ഈ നമ്മന മുസ്ലിമീങ്ങളെ സർവനാശാക്കുക പറത്തായ യഹൂദിങ്ങളെ അങ്ങനെ നമ്പിട്ട് വേറെ രായത്തിൽ തിച്ചെങ്കിൽ യുദ്ധമല്ലായോണ്ടിക്കറ് യഹൂദിനങ്ങല്ല യുദ്ധ ആക്കിടാറ്, ക്രിസ്ത്യനങ്ങ അറ്റാക്ക് ആക്കിട. ഇപ്പം അമേരിക്കയും എല്ലാ രാഷ്ട്രങ്ങളും മുസ്ലിം രാഷ്ട്രത്തെ മേൽ ആക്രമണമാക്കിക്കൊണ്ടിക്കടല്ലേ. ഇതിനെ പേടിച്ചിട്ട് യഹൂദിനങ്ങളുടെ രായത്തെ പോയി തെച്ചെങ്കിൽ പിന്നെ ഞങ്ങൾ സേഫ് അല്ലേ ചൊന്ന് നേരിച്ചിട്ട് ഇസ്രയേലിൽ പോയിട്ട് ഫ്ലാറ്റിൽ എടുത്ത് തെച്ചെങ്കിൽ എത്ത മുസ്ലിമീങ്ങളുള്ള നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാ. എന്തൊരു കൗമ ഇബിലീസിന്റെ ഉപദ്രവം വേണ്ട ചൊന്നിട്ട് ഇബിലീസിന്റെ ഒത്തുചാലിലെ പേത്ത് ആകെ കെട്ടി തെച്ച പോലത്തെ വിഷയമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഞങ്ങാക്കിയത് പോലെ ആക്കണ്ട ചൊന്ന് നിശ്ചിത്ത് യഹൂദിങ്ങ പോയി മണ്ണിടയിൽ വഞ്ചി തെച്ചെങ്കിലും അവിടെ പോയിട്ട് തേടി പിടിച്ചിട്ട് അങ്ങ് എന്തിനാക്കിക്കൊണ്ടുള്ളാറ് ചൊന്ന് നോക്കിയിട്ട് അങ്ങ് ആക്കിയതുപോലെ ആക്കിടെങ്കത്തെ ഒരു സമുദായ എൻ്റെ സമുദായത്തിൽപ്പെട്ട കുറേ ആൾമാർ ഉള്ളാറുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അള്ളാഹു നഗലെ കുടുംബത്തെ സന്താന പരമ്പരയുടെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അപ്പൊ യഹൂദി നസ്രാനികളാക്കിയതുപോലെ ആക്കോത്തീറ. ഇത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മനസ്സിലാക്കിത്ത് തങ്ങന്തരാക്കിത്ത് തങ്ങ പ്രഖ്യാപിച്ചിട്ട് ലഇം ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. ഇത് ഈ വർഷ മുഹറം 10 നോമ്പ് പിടിച്ചൽ പിന്നെ ഡിഗ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലെ. മുഹറം ഈ വർഷത്തെ മുഹറം ഒലിമ്പോ കഴിഞ്ഞിട്ടല്ലേ, ഇനിയിപ്പോ മുഹറം ഒലിമ്പോട് നോമ്പ് ഇപ്പം പിടിക്കാവില്ല, ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ, ഇപ്പൊ 10 കഴിഞ്ഞിട്ട്. ഇനി 2 വർഷം അള്ളാഹുടെ തൗഫീഖിൽ ഹയാത്തോടെ ചെയ്യിച്ച് ബാക്കിയായെങ്കിൽ 2 വർഷം ഞങ്ങൾ ഒലിമ്പവും പിടിക്ക, പിന്നെ 10ഉം പിടിക്കടാ. ഇത് മുഹറം തിങ്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ട് മുഹറം, സഫർ, പിന്നെ റബീഉൽ അവ്വൽ അല്ലേ. റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 2 വർഷം മുഹറം ഒലിമ്പോകും നോമ്പ് പിടിക്കുന്നോണ്ട് വടിപ്പാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ 2 വർഷം മുഹറം തോൽ ചെയ്യിച്ചു വലിഞ്ഞില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങ പടിപ്പാറ്റിയതല്ലേ ചൊന്ന് മനസ്സിലാക്കിയത് സ്വഹാബത്തും അതിൽ പിന്നെ ബന്ധങ്ങും ഇണ്ടുതോൽ വേണ്ട എല്ലാ മുഅ്മിനീങ്ങളും മുഹറം ഒലിമ്പോകും 10ഉം നോമ്പിടിച്ചു ഉള്ളാറ്.
അപ്പൊ ഇങ്ങനെ നോമ്പ് പിടിക്കണോ ചൊല്ലതൊക്കെ നമുക്ക് എന്തിനു തെളിവു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഹദീസ്. അത് മാത്രമല്ല ഇജ്മാഅ്, സഹാബത്ത് എല്ലാവരും ഐക്യകണ്ഠമായി അങ്ങനെ ചെയ്തിടാറ്. അത് നമുക്ക് എന്തും ആവില്ലേ? അങ്ങനെ പിത്തങ്ങാക്കിയത് മാത്രം ആക്കടേണ്ട്. അപ്പൊ ഇത്രയും സ്പഷ്ടമായി വിഷയം എന്ത് ചൊന്നെങ്കിൽ ഇന്നെങ്കിലും മേക്കാലത്ത് കുറേ പെണ്ണിങ് അല്ല ഒലിമ്പൂ 10 നോമ്പ് പിടിച്ചു. ഇന്നെങ്കിൽ ഇപ്പൊ 10 മാത്രം പിടിക്കും സ്റ്റാർട്ടാക്കിയാണ്. ഒലിമ്പൂ 10 പിടിക്കുന്നു ചെന്നിട്ട് ഉസ്താദ്മാർ പഠിപ്പായിട്ടാവുള്ള 10 മാത്രം പിടിക്കുന്നു ചെന്നിട്ടു അങ്ങനെ ഫ്ലാറ്റിലാറ് അവർ പെണ്ണിങ് ഉണ്ടല്ലോ അയമ പഠിപ്പായിട്ടാവും. അയ്മാറ് അത് ഇന്നൊരു ഡോക്ടറാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സ്കൂൾ ടീച്ചറാവുള്ളൂ. ആലിമിങ്ങമ്മ കാദിമാർ പഠിപ്പാട്ടിയത് വേണ്ട, ഡോക്ടർ പഠിപ്പാട്ടിയത് നോമ്പായിട്ട് അവർ പിടിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസ് പഠിപ്പാട്ടിയിട്ട് രഹസ്യം അർത്ഥം ചെയ്ത് ഇനിയിപ്പോ നിങ്ങൾക്ക് സുന്നത്ത് ഒലിമ്പോട് 10 നോമ്പ് സംബന്ധിച്ച് ആറ് കേട്ടെങ്കും സാക്ഷാല ബലിയ ബിലി സൗമെന്ന് കേട്ടെങ്കും ചൊല്ലാം അല്ലെ, ധൈര്യത്തിൽ ചൊല്ലാം. സർവ സ്വഹാബത്തിലെയും ഇജ്മാ ഉണ്ടു. അതുകൊണ്ടേക്ക് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതുമുണ്ടു. സ്വഹാബക്കളും ലോകത്തിൽ കഴിഞ്ഞുപോയി മുസ്ലിമീങ്ങൾ എല്ലാ ഇമാമിങ്ങളും പഠിപ്പാട്ടിയതും അതുണ്ട്. അപ്പൊ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും നമുക്ക് മനസ്സിലായിട്ട് മുഹറം ഒലിമ്പും 10 നോമ്പുകൊണ്ടും അർത്ഥയത്ത് ഒലിമ്പോട് നോമ്പ് ഞങ്ങൾ പിടിച്ചിട്ടേ വേണ്ടി. യഹൂദിരങ്ങളെ പോലെ 10 നോമ്പ് മാത്രം പിടിക്കോ തീറ, മുസ്ലിമീങ്ങളെ പോലെ ഒലിമ്പും 10 പിടിക്കുന്നുണ്ടും അർത്ഥയത്ത്. അല്ല കൊറിയാൽ ചൊല്ലാർ നിങ്ങൾ യഹൂദിരങ്ങളെ പോലെ ആക്കേ പോലെ 10 മാത്രം പിടിക്കേ, പിന്നെ എന്തിനാക്കണം യഹൂദിരങ്ങളെ പോലെ അവിടെ നിങ്ങൾക്ക് എന്തിനാക്കാം അവിടെ ചൊന്നു കൊടുത്തിട്ടും അർത്ഥാവില്ലെങ്കിൽ. അപ്പൊ ഒലിമ്പവും 10 സുന്നത്ത് നോമ്പും ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നിങ്ങൾ നാലക്കൽ പിടിക്കണം അല്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞങ്ങൾ മാത്രം പിടിച്ചമ്മയാവല, ബാക്കി നിങ്ങളെയും പിടിപ്പാടണം, ബാക്കി ഞങ്ങൾക്കും വിഷയം തിരിപ്പാട്ടണം. ഇനി രണ്ടാമത്തൊരു വിഷയത്ത് കഴിക്കുക ഞങ്ങൾ പ്രവേശിക്കേ. മുഹറമവും വലിയ പ്രാധാന്യത്തെ ഉണ്ട്. ഇന്ന ഇദ്ദത്തു ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു എപ്പ പടച്ചിറ സൃഷ്ടിച്ചിറ അണ്ട് മുതലേ വർഷത്തേക്ക് 12 തിങ്കളുണ്ട് കൊണ്ട് ഖുർആൻ ചൊല്ലും. ഏതല്ല 12 തിങ്കൾ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അതോ അല്ല, പിന്നെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ദുൽഹിജ്ജ. ഇവ പുതിയ വർഷത്തിൽ ഞങ്ങൾ പ്രവേശിച്ചില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച 2 ക്ലാസ്സിൽ ഞങ്ങളെ ഫസ്റ്റും ഞങ്ങളെ ലാസ്റ്റ് തുടക്കവും അവസാനവും എങ്ങനെ വേണു ചൊല്ല വിഷയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടിന്ന് അതുപോലെ ഞങ്ങൾ ആക്കിറാറുണ്ടതാണ്. ഇരിക്കടെ അള്ളാഹു എല്ലാം കബൂലാക്കുമാരാകട്ടെ. അപ്പൊ വർഷത്തെ പ്രഥമ തിങ്കൾ മുഹറം, അത് പ്രഥമ തിങ്കൾ മുഹറമേ ആവുണ്ടെന്തേ? പ്രഥമ തിങ്കൾ ഞങ്ങൾക്ക് റമളാൻ ആക്കുവാലെന്താ? റമളാനല്ലേ ഏറ്റവും ശ്രേഷ്ഠമായത്. അത് പ്രഥമ തിങ്കൾ ദുൽഹിജ്ജ് ആക്കന്തല്ലേ, ഹജ്ജല്ലായിട്ട് ഭയങ്കരമായതല്ലേ, അപ്പൊ അങ്ങനെ ആക്കന്തല്ലേ? ഓഹോ, അതെന്താ അങ്ങനെ ആയില്ലേ? അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കും മുഹറമിന്റെ സ്റ്റാർട്ടാക്കണം. ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടത് ഏത്? മുഹറം കൊണ്ട് സ്റ്റാർട്ടാക്കണ ചൊല്ലത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടത്. ആരെ ഇജ്മാഅ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരിക്കുമ്പോൾ ഖലീഫയും സഹാബത്തും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഒരാളുടെ എതിരഭിപ്രായം ഇല്ലാണ്ട് എല്ലാവരും കൂടി ഒരേ അഭിപ്രായ മുഹറമിനെ സ്റ്റാർട്ടാക്കും. അപ്പൊ ലോകത്തെ മുസ്ലിമീങ്ങൾ 2 മുതൽ 2 വരെ മുഹറമിനെ സ്റ്റാർട്ടാക്കിയത്. ഇപ്പൊ സലപ്പിന്റെ കാലണ്ടർ നോക്കിയെങ്കിൽ റമദാനിൽക്കല്ല ഫസ്റ്റ് തിങ്കൾ, പിന്നെ മുഹറമിക്ക് അവിടെ പോണു. എന്തിനാ വേണ്ട? ഖുർആൻ സുന്നത്ത് വേണ്ട, അവിടെ ഇജ്മാഅ് അവിടെ ഇവിടെ നിങ്ങൾ കലാട്ടെ കേട്ടിറാറാ, ഏതെങ്കിലും ഒരു ജാതി അങ്ങ് തകരാറാക്കരുത് കേട്ടിറാറാ. അത് മുഹറം ഫസ്റ്റ് തിങ്കൾ എന്തോ അല്ല, അത് റമദാനായിരിക്കരുത്, അല്ലെങ്കിൽ ദുൽഹിജ്ജ് ആയിരിക്കരുത്. അങ്ങനെ ചൊല്ലിയത് ഇവിടെ ഞാൻ കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്താ പരിപാടിയിട്ടില്ല. 12 തിങ്കൾ എവിടെ വേണം സ്റ്റാർട്ടാക്കരുത്, മുഹറമിനെ സ്റ്റാർട്ടാക്കൊണ്ട് ഇവിടെ ചൊന്നിട്ടില്ല. ഇങ്ങനെയുള്ള നിങ്ങൾ ഇവിടെ ഞാൻ ചൊല്ലി കേട്ടിറാറാ ഇല്ലേ?
അങ്ങനെ മുഹറമിനെ സ്റ്റാർട്ടാക്കുന്നു ചൊല്ലത് അത് തുടക്കം ഉണ്ടാക്കിയാറ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ ആയത് മുതൽ. കാരണം എന്തിരെ? കാരണം ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ അധീനത്തുള്ളെങ്കത്തെ കുറേ മന്ത്രിമാർഗല്ല ലെറ്റർ കടത്ത്, ಬೇರೆ ಬೇರೆ ರಾಯತ್ತಿಗೆ ಲೆಟರ್ ಕಡ್ತು. ಅದರ ವಿಷಯ ചെറിയ രൂപത്തിൽ ഇന്നലെ ജാവു സീറത്തു നബി ക്ലാസ് എന്നാ ചൊന്നുന്നെ. സീറത്തു നബി ക്ലാസ്സെല്ലാം നിങ്ങൾ കാതു കൊടുക്കുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. വാര ഞങ്ങൾ സീറത്തു നബി ക്ലാസ് എടുക്കൽ വേറെ സ്വറില്ലാത്തേക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ ജീവന ചരിത്രങ്ങൾ എല്ലാവരും തെല്ല അർത്ഥാക്കട്ട് ചൊല്ല ഉദ്ദേശത്തിൽ. അപ്പം നിങ്ങൾ അതെല്ലാം കാതു കൊടുക്കുന്നു. ബാക്കി നിങ്ങൾക്ക് എത്തുവാട്ടി കൊടുക്കുന്നു. അങ്ങനെയും കാതു കൊടുപ്പാട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ തന്റെ അധീനത്തുള്ളെങ്കത്തെ മിനിസ്റ്റർമാർക്ക് ഉമർ റളിയല്ലാഹു അൻഹു ലെറ്ററിൽ ഇതാ മുഹറം തിങ്കളിലെ ഓണനാമത്തെ മാസത്തിന്റെ ഇങ്ങനെ ആക്കണു, റബീഉൽ അവ്വൽ തിങ്കളിൽ ഇങ്ങനെ ആക്കണു. അങ്ങനെ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഖലീഫ ലെറ്റർ കടത്തരുത്. പക്ഷെ ഈ ലെറ്റർ കടത്തിയത് ഇപ്പത്തെ പോലെ അല്ലല്ലേ. അത് മെല്ലെ 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 ആയി പോയിട്ട് എത്തുമ്പത്തു മുഹറമിൽ എത്തനായെങ്കത്തെ ലെറ്റർ പോയിട്ട് എത്തുമ്പത്തു അപ്പൊ സഫർ റബീഉൽ അവ്വൽ ആയിട്ടിക്കറ്. അപ്പൊ അവിടെ മിനിസ്റ്റർ നിരിക്കറ് ഇത് ലെറ്റർ എഴുതിരി എപ്പോവാ ഇത് വന്നെത്തുമ്പത്തു കൂടെ എന്തിനേട് റബീഉൽ അവ്വൽ ആയിട്. മുഹറം 10 കാക്കണായ വിഷയ വന്നെത്തുമ്പത്തു റബീഉൽ അവ്വൽ ആയിട്. അപ്പൊ ഈ വർഷത്തെ മുഹറമിന്റെ വിഷയം ആയിട്ടിക്കല്ല, 2 വർഷത്തെ ആയിട്ടിക്കും. ഈ വർഷം ആക്കും പോലെ ഇല്ലല്ലോ. ഇങ്ങനത്തെ കുറെ സംശയങ്ങളല്ല അവിടെ. എപ്പത്ത് എഴുതിരമാ ഈ ലെറ്റർ എപ്പത്തിന്റെ എങ്ങനെ അർത്ഥാക്കട്ടെ, എപ്പത്തിന്റെ അർത്ഥാക്കൊണ്ട് കണ്ടെങ്കിൽ അതൊക്കെ എന്തിനു വേണു? വർഷ ഏത് കണ്ട് വേണു. ഇപ്പൊ 2025 വർഷത്തെ ഫെബ്രുവരി തിങ്കളുണ്ടാകുമ്പത്തു അപ്പൊ കൊന്തവിടെ ഈ വർഷത്തെ വിഷയം 2 വർഷത്തിലാക്കണായതല്ല ചൊന്ത് പിടിയോ. മുസ്ലിമിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാലണ്ടർ ഇല്ല. മുസ്ലിമിങ്ങൾക്ക് ഇപ്പൊ 1400 ചില്ലറ ഇത്തരം ചൊല്ലെങ്കത്തെ കാലണ്ടർ ഇല്ല. അതുകൊണ്ടിട്ട് വർഷ ഏത് കണ്ട് പിടിയാവാത്ത പ്രോബ്ലങ്ങളു എത്രമാ വിഷയം ഉമർ റളിയല്ലാഹു അൻഹു ആവട്ടു ഖലീഫ മുന്നത്തെ ഖലീഫ ആവട്ടെ എഴുതിയ വിഷയ തന്റെ അധീനത്തുള്ള മിനിസ്റ്റർമാർക്ക് ലെറ്റർ കടത്തിണ്ടെങ്കിൽ ആ ലെറ്റർ പ്രകാരം ആക്കുകയാവില്ല. 2 വർഷത്തേക്ക് ആർദ്ദിക്കണാവും ലെറ്റർ ലേറ്റായി പോയെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അധീനത്തുള്ളെങ്കത്തെ ചില പ്രമുഖ വ്യക്തികളിൽപ്പെട്ട ഒരാളായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ കേട്ടൊക്കെ വെക്കുവാറ് ഈ വിഷയമുള്ള എവിടെയെങ്കിലും ക്ലാസ്സിൽ കേൾക്കാത്തങ്ങ് വെക്കുവാറ്. ബഹുമാനപ്പെട്ട അബൂ മൂസ റളിയല്ലാഹു അൻഹു അന്ന അബാ മൂസൽ അശ്അരിയ റളിയല്ലാഹു അൻഹു കതബ ഇലാ ഉമർ റളിയല്ലാഹു തആല അൻഹു. അബൂ മൂസ റളിയല്ലാഹു അൻഹു എന്തിനാക്കട് ഇങ്ങനത്തെ പ്രോബ്ലം അവിടെ ഇതൊക്കെ ആയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചിട്ട് അപ്പുറം ലെറ്റർ എഴുതി. ഇന്നഹു യഅതീനാ മിൻക കുതുബുൻ ലൈസ ലഹാ താരീഖുൻ വഖദ് ഉർരിഖ ബിഹാ ഫീ ശഅബാൻ വലാ നദ്രി അയ്യു ശഅബാൻ ഹാദാ. ഉമർ റളിയല്ലാഹു അൻഹു അവരുകളെ നിങ്ങൾക്ക് സാധാരണ ലെറ്റർ കടത്തുറാറ് എക്സാമ്പിൾ നിങ്ങൾ ഷഅബാനിലാക്കണമെന്ന് ചൊന്നിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഏത് വർഷത്തെ ഷഅബാൻ ഉണ്ടതിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പിടിയാവിടും? അൽ വഫിസ്സനത്തിൽ മാദിയ അം ഫിസ്സനത്തിൽ ഹാലിയ. ഈ വർഷത്തെ ഷഅബാനിലാക്കുന്ന വിഷയമാ അല്ല കഴിഞ്ഞു പോയ വർഷം എന്ന് ബറകുല്ലെങ്കത്തെ റമദാനുക എന്തിനും നിങ്ങൾക്ക് പിടിയാവില്ല. അപ്പൊ നിങ്ങൾക്ക് മുസ്ലിമിന് ഒരു ക്യാലണ്ടർ ഇന്നെങ്കിൽ അതിൽ ഇത്തരാമത്തെ വർഷ ഷഅബാന് ഇത്തരാമത്തെ വർഷത്തെ റമദാൻ ഉണ്ടല്ല അതിൽ എഴുതിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പിടിയാവിടെ ഈ വർഷം ആക്കണായത് 2 വർഷത്തെ വെക്കണായതല്ല. അപ്പൊ ഖലീഫ അവരുകളെ നിങ്ങൾ ആ വിഷയത്തിലുള്ള ഒരു നല്ല ഒരു എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഭാര്യ ഉപകാരമാവാത്ത ചൊന്ത് ഖലീഫക്ക് റിട്ടേൺ ഒരു ലെറ്റർ എഴുതരുത്. അത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കിട്ടിയ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു മീറ്റിംഗ് വിളിക്കരുത്. മീറ്റിംഗ് വിളിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിഷയ ചൊല്ലി ഇങ്ങനെ വിഷയ അബൂ മൂസ ഒരു ലെറ്റർ എഴുതിയത്. ആ ലെറ്ററിലുള്ള വിഷയം ഇങ്ങനെ ഒരു നല്ല അഭിപ്രായം ഇരിക്കട അബൂ മൂസ റളിയല്ലാഹു അൻഹു ചൊന്നരെ അങ്ങനെക്കും ഇതൊരു പരിഹാരം ഞങ്ങൾ ആക്കിയില്ലെങ്കിൽ ഞങ്ങളെ അധീനത്തുള്ളെങ്കത്തെ അമീർമാർക്ക് കുറെ ആൾമാർക്കുള്ള ചമ്മ പ്രോബ്ലം അല്ല ആവിടു. അതുകൊണ്ട് ഇതൊരു നല്ലൊരു സൊല്യൂഷൻ ഞങ്ങൾ ആക്കണമെന്ന് ചൊല്ല ഉദ്ദേശത്തിൽ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ട് ചൊന്ത് ഉമർ റളിയല്ലാഹു അൻഹു തിരിപ്പാട്ടിയപ്പ സ്വഹാബാക്കളെല്ലാം മീറ്റിങ്ങിലുള്ള അവിടെ ആരും സലപ്പിനവണില്ല മീറ്റിങ്ങിൽ. അങ്ങനെ ആയതിൽ ആരും കേട്ടിട്ടില്ല. അല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ നബി തങ്ങളുടെ കാലത്ത് ക്യാലണ്ടർ എന്താ, ഖുർആനിൽ ക്യാലണ്ടർ ഉണ്ടാ, സുന്നത്തിൽ ക്യാലണ്ടർ ഉണ്ടാ ചൊന്ത ആരും ക്വസ്റ്റ്യൻ ആക്കില്ല. അങ്ങനെ ആലിമീങ്ങല്ല അങ്ങ് പിടി വിഷയം പിടിയുന്നു ഓൻ്റെ പോലത്തെ പാതി പഠിച്ചവനല്ല.
അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയ കറക്റ്റ് പിടിയുണ്ട്. അതുകൊണ്ട് അങ്ങ് ആറും ആ ക്വസ്റ്റ്യൻ ആക്കില്ല, അങ്ങോട്ട് ചർച്ച ആക്കിയാറ് ഒക്കൊക്കെ ചൊല്ലത് സമ നിങ്ങൾ എങ്ങനെ കലണ്ടർ ആക്കടേ. കൊരിയാൽമാർ ചെന്നാർ നബിസ്വല്ലാത്തങ്ങ് നുബുവത്ത് കിട്ടിയല്ലേ, ആ നുബുവത്ത് കിട്ടിയെങ്കിലത്തെ സന്ദർഭത്ത് വല്ലാത്ത വിഷയല്ലേ. അപ്പൊ നുബുവത്ത് കിട്ടിയിട്ട് 1ാമത്തെ വർഷ, നുബുവത്ത് കിട്ടി 2ാമത്തെ വർഷ, ഇങ്ങനെ ഞങ്ങൾ ഒരു മുസ്ലിമീങ്ങ ഒരു കാലണ്ടർ ആക്കാ. വേറെ കൊരാൻ ചെന്നാറ് വേറെ കൊരാൾ ചെന്നാറ് ഹിജറ ഉണ്ടല്ലേ, ഞങ്ങൾ മക്കത്തെ മദീനത്തേക്ക് ഹിജറ പോയേ ആ സംഭവം ഉണ്ടല്ലേ, അതിനെ വെച്ചിട്ട് ഞങ്ങൾ എന്തരാക്ക കലണ്ടർ ആക്ക. ഹിജറ പോയിട്ട് 1 വർഷ, ഹിജറ പോയിട്ട് 2 വർഷ, ഹിജറ പോയിട്ട് 3 വർഷം, അങ്ങനെ ആക്ക. അങ്ങനെ ഒരു ചർച്ചയും മീറ്റിങ്ങിലാറ ചർച്ച കിട്ടാറ്. അങ്ങനെ കുറെ ആൾ കുറെ അഭിപ്രായങ്ങളെല്ലാം ചൊല്ലാറുണ്ട്. ഈ ഹിജറ ചൊല്ലത് വലിയ വിഷയല്ലേ. ഫഖാല ഉമറു റളിയല്ലാഹു അൻഹു അൽ ഹിജ്റതു ഫറഖത് ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ഹിജറ ഭയങ്കര വാശം ഉമർ റളിയല്ലാഹു അൻഹു. ഹിജറ മറക്കുക അവിടെ സ്വന്തം റായ, അങ്ങനെ ഹഗ, അങ്ങനെ കുടുംബ, അങ്ങനെ സമ്പത്ത്, അങ്ങനെ തോട്ട, അങ്ങനെ ബിസിനസ്, അങ്ങനെ എല്ലാം ജന്മറായ, അങ്ങനെ പിരിസപ്പെട്ട കഅബ ಎಲ್ಲത്തെ ಬಿಟ್ಟಿಟ್ಟು പണ്ടിൽ പിന്നമേ വർഷ എത്രമ്മ വർഷക്കാല കുടുംബ പരിവാര ഇടീ ജീവിച്ചു വന്നെങ്കത്തൊരു റായത്തെ ഇസ്ലാം സ്വീകരിച്ച ചൊല്ല ഒരേ ഒരു കാരണത്തിൽ കാഫിരീങ്ങളെ ഉപദ്രവ അസഹ്യമായപ്പ ആ റായ വിട്ടുപോക അള്ളാഹു ചൊന്നപ്പ, അള്ളാഹുവെ ഞങ്ങളെ കഅബുണ്ടല്ലേ ഞങ്ങൾ വിട്ടുപോണ്ടമ്മ, അള്ളാഹുവെ ഞങ്ങളെ ബോബമാരെ റായല്ലേ ഞങ്ങൾ വിട്ടുപോണ്ടമ്മ, ഞങ്ങളെ ഇടീ കുടുംബ പണ്ട് മുതലേ ജീവിച്ച റായല്ലേ ചെന്നിട്ടു ആറും ക്വസ്റ്റ്യൻ ആക്കിയിട്ടില്ല. അള്ളാഹു പോകു ചൊന്തു ഭർത്തായർ പോയാർ. ഞങ്ങൾ വിലല്ല ഞങ്ങന്തരാക്കി ചൊന്നെങ്കിൽ അള്ളാഹു കാക്കട്ടു. എന്തെങ്കിലും ഒരു വിഷയം ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ട് ചൊന്നെങ്കിൽ ഒരു ഉസ്താദ് ചൊന്ന സാത്ത് മെല്ലെ സ്കൂട്ടർ എടുത്തുകൊണ്ട് അവർത്തെ വെള്ളിയിൽ പോയിട്ട് അസർ നിസ്കാരത്ത് ഇവിടെ ലുഹർ നിസ്കരിച്ചിട്ട് ഉസ്താദ് ക്ലാസ് എടുത്തതിൽ ഒരു വിഷയമാത് ചൊന്നെങ്കിൽ സീത അപ്പുറത്തെ വെള്ളിയിൽ പോകേണ്ട അസർ നിസ്കാരത്ത് പോയിട്ട് അവിടെ കേൾക്കരുത് ഉസ്താദ് ഇങ്ങനെ എന്തരാക്കണം ഇവിടെ ഉസ്താദ് ചൊന്നൊരു ഉച്ചയിൽ. അപ്പൊ ആ ഉസ്താദും ചിലപ്പോ ഈ ഉസ്താദ് ചൊന്ന വിലയമേ ചൊല്ലു. അപ്പൊ അയാളോട് കേൾക്കണം, അല്ല വേറെന്തും തരില്ല, അതൊക്കെ വേറെന്തെങ്കിലും ഒരു മസലൊന്നും ഉണ്ടാ, അത് ചെല്ലിതാക്കരുത്, അതിപ്പല്ലാവില്ലല്ലേ. അപ്പൊ ഉസ്താദ് മാത്ത് വേറെന്തെങ്കിലും തരുമെന്ന് ഒരു ഇമാമി ഇങ്ങനെ ചൊന്നരല്ലേ. ഓക്കെ ഞങ്ങക്ക് സുലാഭാവുടേത് ഏതുണ്ട് ഇസ്ലാമുൽ അതിന് ഞങ്ങൾ ഓക്കെ. ഇസ്ലാമു ചൊന്നതിൽ ഞങ്ങൾക്ക് കഷ്ടാവുടെങ്കിൽ അപ്പൊ ഞങ്ങൾ ചൊല്ലുന്നവരുണ്ട്. അതല്ല ഇപ്പൊ ആവിട ഇപ്പല്ല ദുനിയാവല്ലേ, ഇപ്പത്തെല്ലാം മുന്നോലത്തെ വല്ല ശൈലല്ലേ. ഊണ് അള്ളാഹു അപ്പുറ പിടിപാടി അള്ളാഹു പിടിയില്ലേ. സമാൻ എന്തിരാവിടൂ, ഖിയാമത്ത് മുന്നോൽ എന്തിരാവിടൂ, കാലങ്ങൾ അപ്പുറപ്പുറ പോകുമ്പോൾ ദുനിയാവിൽ എന്തിനുള്ള ബദലാവന പാടുണ്ട്. അള്ളാഹു ഫസ്റ്റ് പിടിയില്ലേ. പിന്നെ അള്ള എന്തൊക്കെ ദീന്റെ നിയമാക്കുമ്പോത്തുകു അപ്പത്തുകൊന്ന് വേറെ ഇപ്പത്തുകൊന്ന് വേറെ ആക്കന്തല്ലേ. ഒരേ നിയമം എന്തിക്കാക്കി ദുനിയാവ് എന്ത് അടിമേലായെങ്കിലും ഖിയാമത്ത് നാൾ ഒരേ നീന് നാ ചൊന്നവരെ ജീവിക്കുമെന്ന് ചൊല്ലതെ ഇരിക്കുക അള്ളാഹുടെ നിയമം. നങ്ങെന്തിരാക്കടേ ഞങ്ങാക്കടെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടിന്നെ മാത്രം ആക്കടെ, ഇല്ലെങ്കിൽ അത് ദുനിയാവില്ല വായ്പ, അതല്ല സാധ്യമില്ല. അങ്ങനെയല്ല അല്ലോ ഇങ്ങനെ പോയെങ്കിൽ എന്താവും, അള്ളാഹുടെ ദീന്റെ ചേഞ്ച് ആക്കുകയായിട്ട് നിങ്ങളെ ബകയിൽ ഒരു മസാല ചൊന്നെങ്കിൽ എന്താവും. സ്വഹാബത്ത് അങ്ങനെയല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ കുടുംബത്തെ സ്റ്റോറിയില് ലോകത്തെ മുസ്ലിമീങ്ങൾ എല്ലാ വർഷ ദുൽഹിജ്ജ തിങ്കൾ ഇത്രയും നല്ല സ്പഷ്ടമായി ബലി പെരുന്നാളാകുമ്പോൾ ഇങ്ങനെ എത്ര ചന്തത്തിൽ ആചരണാക്കട ഹജ്ജി പോയവിടെ ആ കുടുംബത്തെ നനപ്പാക്കട എന്തികാക്കടെ അങ്ങ് അല്ല ചൊന്ന ബല കേട്ടങ്ങ മോന്റെ അറുക്കണ ചൊന്തു അറുക്കുകിൽ ഞാറ് ആ കുടുംബത്തെ ആ മറുഭൂമിയിൽ വിട്ടുപോകണ്ട അല്ല ചൊന്തു ആ വിട്ടുപോയിട്ട് പിന്നെ കേർത്ത് നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകുള്ള റീസൺ എന്തിനാ അല്ല ചൊന്നരമ്മ ആ അല്ലാഹു അമറക ബിഹാദാ അല്ല ചൊന്നമ്മ ഞങ്ങളിവിടെ വിട്ടുപോകൂ. ഓക്കോ അതെ അല്ല ചൊന്നെ ഒക്കെ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഉദയിക്കട നിങ്ങൾ പോറ് ഇപ്പൊ മാപ്പിള പിന്നെ മറുട്ടിക്ക് പോയാ മൈക്കാലത്തെ വീട് തമിഴ്നാട് ഏതോ ഒരു റായത്ത് അഞ്ഞമുട്ടൊരു അങ്ങടിയുമില്ല മനുഷ്യമില്ല ദൂരെ പോയെങ്കിൽ അങ്ങടിയിൽ നിൽക്കൂ ഓർമ്മത്തിൽ പോയിട്ട് എത്തിട്ടാമത്തു ഈ മാപ്പിള എന്താക്കി പെഞ്ഞായിട്ട് എനിക്ക് അവിടെ ഇവിടെ ദയിപ്പാടി സീത പോണ്ട് കാണ്ടി മനസ്സാ നിങ്ങോട് പോണ്ടേ നാൻ്റെ അള്ളാഹു പോയി ചൊന്നു മത്ത് ചൊന്നെങ്കിൽ അയവ കത്തി പിടിക്കൂ അല്ലേ. ഇവിടെ കാറിൽ നിങ്ങളെ വിട്ടുപോകാൻ വന്നേ നിങ്ങളെ മേൽ ഞാൻ കോട്ടു പോണ്ടേ കേസാക്കടേ നിങ്ങൾ ജയിലിലിടുവേ അല്ലേ. അല്ലാടി അള്ളാഹു ചൊന്നരേ അള്ളാഹ് പിടിയില്ലേ ഞങ്ങളെ കഷ്ടപ്പാടല്ല അള്ളാഹ് കാണില്ലേ.
അങ്ങനത്തെ മനുഷ്യന്മാരായത് കൊണ്ട് ഇടയ്ക്കിടെ ഞങ്ങൾക്ക് അഡ്രസ് ചെയ്യില്ല, ഞങ്ങൾ ആരും കയറാക്കല്ലേ. അങ്ങനത്തെ മനുഷ്യന്മാരല്ല. അങ്ങ് അള്ളാഹു ചൊന്നരമ ഒക്കൂ ഓക്കെ അപ്പം നിങ്ങൾ പോ. അങ്ങനെ ചൊന്നതിൽ ഇണ്ടും ഇത് ഇപ്പം നാ നനപ്പാക്കിയ ആ ഫാമിലിയിലെ സ്റ്റോറി. സുബ്ഹാനല്ലാഹ്, സംസം തന്നെ കിട്ടോ കാരണമായ ആ മഹദിരെ ഓട്ട അതാ സഈദ് ഇപ്പോഴും ഓടിക്കൊണ്ടുള്ളാറ്. മക്കത്തിൽ ഉംറത്തും ഹജ്ജും പ്രതിയൊന്നും ആ കുടുംബത്തെ നനപ്പുകവേനായി കല്ലെറിയതും എല്ലാ വിഷയം നടക്കും. അള്ളാഹു ചൊന്നബിലെ കേട്ടെങ്കല്ലേ അള്ളാഹു അങ്ങനെ വെക്കണം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഖുർആൻ ഇടിക്കടി ചൊല്ലി മുഹാജിരീങ്ങളെയും അൻസാരികളെയും പേരെടുത്ത് ചൊല്ലു. എന്ത് അള്ളാന്റെ ദീനിന് വേനായി ചൊന്നപോലെ കേട്ടാണ്. അപ്പൊ അത്രയും വലിയ സബ്ജക്റ്റ് ആയിട്ട് ഹിജ്റ. ഇപ്പൊ നിങ്ങൾ ഹജ്ജിക ഉംറത്തുക പോയെങ്കിൽ ഫസ്റ്റ് മദീനത്ത് പോയെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മക്കത്ത് പോയെങ്കിൽ മക്കത്തെ മദീനത്ത് പോയിക്കട് മദീനത്തെ മക്കത്ത് പുറകിക്കട് ആണം പറമ്പത്തു ഈ ബസ്സിൽ നല്ല AC ഉള്ള ബസ് മയ്യാവത്തേക്ക് ഇടക്കിടക്കുന്ന തിന്നോ കുടിക്കുള്ള വ്യവസ്ഥ മിക്കട്. പിന്നെ നല്ല കിടന്നിട്ട് വേണമെങ്കിൽ കിടന്നിട്ട് പോവാ, ദച്ചിട്ട് പിന്നെ ദച്ചി പോവാ, സീറ്റ് മേലും ആവും കീഴും ആവും. ഞങ്ങളെ ഇന്ത്യത്തെ ബസ് പോലത്തെ ഊട്ടിയ ബസ് പോലത്തെ ബസ്സല്ല. എതിർത്ത് കൊണ്ട് സീറ്റ് സമയമുണ്ട്, ഞങ്ങളെ സീറ്റ് അപ്പുറം വന്നിരയില്ല. അങ്ങനത്തെ ബസ്സല്ല, അവിടെ നല്ല ബസ്. ഇത്തരമുള്ള വ്യവസ്ഥ എന്ത് മക്കത്തെ മദീനത്തേക്ക് സിയാറത്തേക്ക് പോകുമ്പത്തു അല്ലോ എത്തു കൈത്ത ഇനത്ര കണ്ടുണ്ടു അല്ലേ. തെച്ചി എന്തിന് നടന്നോമ്പല ഇത്തല്ലേ. അപ്പൊ നബിയും സഹാബത്തും മക്കത്തെ മദീനത്ത് ഹിജ്റ പോകുമ്പത്തു നിങ്ങളെ ഈ AC ബസ്സില്ല, കാറില്ല, സൈക്കിളില്ല, എന്ത് വണ്ണുമില്ല. പിന്നെ നടന്നെത്തും. മാത്രമല്ല ഒരു സൈഡിൽ കാഫിരീങ്ങൾ കൊല്ലുക ബാൽ പിടിച്ച് തേടിയുണ്ടുമുള്ളാറ്, ഒരു സൈഡിൽ പോണുകയന്മായ വ്യവസ്ഥയുമില്ല. ഇത്രയും കഷ്ടപ്പാടുകൾ ഇന്ന് ആ മക്കത്തെ മദീനത്ത് അങ്ങ് പോയെങ്കിൽ ഒരു ഹിസ്റ്ററി അത് നിങ്ങൊന്ന് ആലോചനാക്കി നോക്കൂ. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു യാത്രയായിട്ടേക്കും അത്. അപ്പൊ ഇത് വല്ലാത്ത ഒരു ഹിജ്റ. അപ്പൊ നങ്ങന്തരാക്കുക ഉമർ റളിയല്ലാഹു അൻഹു ചൊന്തിപ്പോ സദസ്സിലൊരു അഭിപ്രായം ಅಂತല്ലേ മീറ്റിംഗിൽ എന്തിനുണ്ട് ഹിജരി ക്യാലണ്ടർ ആക്കുക, ഹിജ്റത്തെ നനപ്പാക്കടെ ക്യാലണ്ടർ ആക്കുവാണ്ടല്ല അഭിപ്രായം തന്നെ. ഞങ്ങൾ അങ്ങനെ മാക്കിങ്കെന്റെ അത് വല്ലാത്തൊരു വിഷയമല്ലേ, നനപ്പാക്കടെ വിഷയമല്ലേ. അപ്പൊ അവിടെ മീറ്റിംഗിൽ നിന്ന് എല്ലാവരും ചൊന്നാറ് ഓ അത് സമസമ, അത് കറക്റ്റ് നിങ്ങൾ ചൊന്നത് ഹിജ്റൈറ്റ്. അപ്പൊ ഹിജ്റ 1ാമത്തെ വർഷ, ഹിജ്റ 2ാമത്തെ വർഷ, അങ്ങനെ ഇസ്ലാമിക ക്യാലണ്ടർ ഞങ്ങൾ ഉണ്ടാക്കാ. മീറ്റിംഗിൽ അല്ലാഹു അക്ബർ പാസ്സായിട്ട്. അപ്പൊ ഹിജരി ക്യാലണ്ടർ ഖുർആനിലില്ല, ഹിജരി ക്യാലണ്ടർ സുന്നത്തിലില്ല, ഹിജരി ക്യാലണ്ടർ എവിടുള്ളേ ഇജ്മാഅ് നോക്ക. അപ്പൊ ഇനിയിപ്പോ അപ്പുറത്തെ ഉത്തമന്റെ ക്യാലണ്ടറിലെ കത്തുവാട്ടം, ഖുർആനിലില്ലാത്ത ക്യാലണ്ടർ, സുന്നത്തിലില്ലാത്ത ക്യാലണ്ടർ, ബിദ്അത്ത് ബിദഅ 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 അല്ലേ. ഇങ്ങനെ ഒരു ബിദായി പോയിടാറ്, ബിദാ ആക്കിയിട്ട്. അപ്പൊ ഇസ്ലാമിക് ക്യാലണ്ടർ ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇല്ലാത്തൊരു സബ്ജക്ട് അത്. അപ്പൊ തങ്ങളുടെ കാലത്ത് ഇല്ലാത്തത് ആ കുത്തിറാണ്ടുണ്ടാ ഇല്ല. ഇസ്ലാമിയുടെ ശറഇൽ അതൊക്കെ പെർമിഷൻ ഉണ്ടുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇന്നില്ലെങ്കിലും അതാക്കുക ഔഡു ചൊല്ലത് ഹിജരി ക്യാലണ്ടർ സാക്ഷിയല്ലേ. അല്ലെങ്കിൽ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തെങ്കിൽ എത്തിയതാക്കിയിട്ട് ദീനില്ലാത്ത പുതിയതല്ല ബിദഅ ആക്കടാറ. സ്വഹാബത്തെ ബിദഅത്ത് ഉണ്ടായിരിക്കണേ പിന്നെ ഇവിടെ സ്വർഗത്ത് പോണ്ടെങ്ങാറ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നാണ് സ്വർഗ കണ്ടേ, സ്വർഗത്ത് പോയ അവിടെ പോയിട്ടാകുമ്പോൾ നല്ലോരു അക കണ്ടു പോയ എന്തൊരു ചന്തത്തെ അക. അങ്ങനെ അക കണ്ടിട്ട് കൊസിയേറ്റ് തിലുൽക പോയി നോക്കോ വാവ എന്ത് ചന്തത്തെ അകലിനെ നോക്കോ വിചാരിച്ച് നോക്കുമ്പോൾ വിഷയം കേൾത്തിയത് ഉമർ റളിയല്ലാഹു അൻഹു അകാണ്ട് നാക്ക് പേടിയത്ത് നിൽക്കുമാ തർസ വന്നെങ്ക ಅದಕ್ಕೆ ನಾನು ಉಲ್ಗ ನೋಡಿಲ್ಲೇ ಆರು ಜೊಲ್ಲೆ ಮೊತ್ತ ನಿಮಿಷದ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കേട്ട അല്ല നബി നിങ്ങളിട്ട് ഞാൻ അർസ കാട്ടുവേ വിഷയതല്ല. ഉമർ റളിയല്ലാഹു അൻഹു ആകെ ഫസ്റ്റിಗೆ റെഡി ആയിട്ട് സ്വർഗ്ഗത്തിൽ ثم الرضا عن ابي بكر وعن عمر അല്ലെങ്കിൽ وعن عمري അല്ലേ. സ്വർഗ്ഗത്തെ ടിക്കറ്റ് കിട്ടിയിട്ടായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ബിദഅത്താക്കട, ആ ഉമർ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു പഠിപ്പാട്ടാത്തതാക്കട ഇല്ല. ഇസ്ലാമുടെ ശരീഅത്തിൽ അതിൽ പെർമിഷൻ ഉള്ളെങ്കത്തെ ബിദഅത്താണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആക്കിയത്.
അതെല്ലാവർക്കും കലട്ടില്ല. എല്ലാവരുടെ ഒത്തിലും അറബി കലണ്ടറുണ്ട്. വേണമെങ്കിൽ ഞങ്ങളെക്കാണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോലെ അങ്ങനെ മക്കളുടെ മുഹറം സഫർ പടപട ചൊല്ലാർ അല്ലേ? ഹിജ്രി വർഷം എത്ര കേട്ടെങ്കിൽ പടക്ക ചൊല്ലാർ. കാരണം ആ ബിദ്അത്ത് തങ്കാവണം. അതേ ഉമർ റളിയല്ലാഹു അൻഹു ആണ് റമദാനിൽ തറാബീഹ് നിസ്കാര 20 റകഅത്ത് ഒരു ഇമാമുടെ പേരോത്തിൽ എല്ലാവരും നിസ്കരിക്കുന്നു ചൊന്നിട്ട് സ്ഥാപിച്ചതും ആ കാലഘട്ടത്ത് ഹയാത്തിന്റെ എല്ലാ സ്വഹാബാക്കളും അതൊക്കെ ഇജ്മാ ആക്കിയതുമാണ്. തറാബീഹ് എത്ര റകഅത്ത്? 8 8.5 ഒലിമ്പോ 10 പിന്നെ 20 റകഅത്ത്. അവിടെ ഒരാൾ മെല്ലെ ചൊല്ലറ അത് ബിദ്അത്ത്, അത് ഉമറാക്കിയതല്ലേ, നബി തങ്ങാക്കിട്ടില്ലേ? നബി തങ്ങാക്കിയത് അത് വേറെ വിഷയം. എന്നൊരു സമയം ആക്കിയില്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആക്കിയതും സ്വഹാബത്തിലെ ഇജ്മാവും നിങ്ങൾക്ക് മയ്യാവില്ലേ? അവിടെ 8 റകഅത്ത് നിസ്കരിക്കട്ടെ, ഇവിടെ ഔത്ത് കാലണ്ടർ തൂക്കട്ടെ. ഇത് എന്തൊരു വിരോധാഭാസ. അതേ ഉമർ റളിയല്ലാഹു അൻഹു ആണ് അത് പഠിപ്പാറ്റിയത്. അതേ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹിജരി കലണ്ടറും ഉണ്ടാക്കിയത്. ഹിജരി കലണ്ടർ നോക്കിയേ അത് മാത്രമാവില്ലേ. അപ്പൊ എനിക്ക് തരേണ്ട ബീലത്തിൽ കൊടുക്കണ്ടേ? ബെർദക ആലിമ്യങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മ ടീക്കാക്കടെ ഈ മുസ്ലിം സമുദായത്തിങ്ങ എവിടേക്കും പോയിട്ടുള്ളാറ്. അപ്പൊ ഹിജരി കലണ്ടർ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലെന്ത്, മാത്രമല്ല സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും ഇല്ലെന്ത്, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഹിജരി കലണ്ടർ സ്ഥാപന ആവിടെ. അപ്പൊ ഹിജ്റ പോയിട്ട് എത്ര വർഷമായിട്ട് കേട്ടെങ്കിൽ എത്ര വർഷമായിട്ട്? ഇപ്പൊ 1447 ഹിജരി വർഷ. അത്ര വർഷമായി പോയിട്ട് ഹിജ്റ പോയിട്ട് ಇಂದುകും ആ ನೆನಪು അങ്ങനെ മറക്കാണ്ട് മായാണ്ട് ഒളിയോഗോ. കാരണം ഈ ಕ್ಯಾಲೆಂಡರ್ ഉണ്ടാകിട്ടാമത് ഒന്നും കൂടി അത് മെച്ചപ്പെട്ടത്. വർഷം പ്രതി ഞങ്ങൾ ഇപ്പൊ നെനപ്പാക്കട. കഴിഞ്ഞ വർഷം ഹിജരി ക്യാലണ്ടറെ സംബന്ധിച്ച് എല്ലാ മോമിനിങ്ങ നെനപ്പാക്കിറാറ്. ഈ വർഷം ഇത് ഞങ്ങൾ സുഹൃത്തുമ നെനപ്പാക്കിക്കൊണ്ടുള്ള ഹിജരി ക്യാലണ്ടർ ഹിന്നലെ ഞങ്ങൾ നെനപ്പാക്കിക്കൊണ്ടുള്ള. അപ്പൊ ഹിജിറ അതിനെ നെനപ്പാക്കണമെങ്കത്തെ ഒരു ಕ್ಯಾಲೆಂಡർ ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാരണ കൊടുത്തു. അങ്ങനെ ഹിജരി ക്യാലണ്ടർ ഉണ്ടായിട്ട് അങ്ങനെ ഇട്ടിട്ട് മുസ്ലിമീങ്ങൾക്ക് ഹിജരി ക്യാലണ്ടർ ഉണ്ടാവടെ. ಬೇರೆ ಬೇರೆ ನಿಯತ್ತು ಹಾಕೊಂಡು ಡೈಲಿ ನಿಯತ್ತು ಬೇಕು. അപ്പൊ അത് ಗೊಂತೈತಿ ഹിജരി ಕ್ಯಾಲೆಂಡರ್ ಗೊಂತೈತಿ. ഇനി മീറ്റിംഗിൽ രണ്ടാമത്തൊരു വിഷയ ചർച്ച ಬಂತು. ನಾಗ ಫಸ್ಟ್ ತಿಂಗಳು ಏದಾಕಡೆ ರಬಿಯುಲ್ ಅವಲ್ ಆಕಡೆಮ ರಮಲಾನ್ ಆಕಡೆಮ കുറെ ചർച്ച ಬಂತು. കൊറിയാൽ ചൊന്നാറ് ഈ ബുദ്ധ ഊബി റമലാന്റെ നമുക്ക് തുടങ്ങല്ലേ, റമലാൻ ഭയങ്കര പോരിശയാകപ്പെട്ട തിങ്കളല്ലേ. അങ്ങനെ ചർച്ച നടന്ന് ലാസ്റ്റ് ആ ചർച്ചയിൽ അവിടെ തീരുമാനത്തിൽ വന്ന ഉമർ റളിയല്ലാഹു അൻഹു ചൊന്നു നമുക്ക് മുഹറമിടെ സ്റ്റാർട്ട് ആക്കാം. അതിന്റെ മുഹറം ചൊന്നെങ്കിൽ മുഹറം വല്ലാത്ത തിങ്കളൽ മാത്രമല്ല, മുഹറം ചൊന്നെങ്കിൽ ഹജ്ജിൽ പോയ ആൾമാറല്ല ഹജ്ജിലെ റിട്ടേൺ വന്നെത്രയെങ്കത്തെ സമയം. ഹജ്ജി പോയെങ്കല്ല ഹജ്ജിലെ റിട്ടേൺ വന്നെങ്കത്തെ സമയല്ലേ. അവർ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ അങ്ങനെ ജീവിതത്തെ 12 തിങ്കളത്തെ എല്ലാ വിഷയത്തെയും കൽകി വെണ്ണെങ്കത്തെ തിങ്കളായിട്ടിരിക്കുന്നവരെ ദുൽഹിജ്ജ. അത് കൽകിട്ടല്ലേ വേണ്ട ശുദ്ധിയായിട്ട് ഉമ്മ പെറ്റക്കിടാവിടെ പോലെ അള്ളാഹു ഞങ്ങൾക്കും കുടുംബത്തും തൗഫീഖ് നൽകുമാറാകട്ടെ. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ വന്ന് പുതിയ ഒരു ജീവിതം തുടങ്ങടേ. അതാണ് മുഹറം. ഹജ്ജ് തീയതി പിന്നെ മുഹറം അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുഹറം സ്റ്റാർട്ടാക്കാം. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കലണ്ടറിലെ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജരി കാലണ്ടർ ചൊല്ല പേരിൽ സ്ഥാപിക്കുകയും അതിലെ ഒന്നാമത്തെ തിങ്കൾ മുഹറമാവണോ ചൊല്ലത് ലോകത്തെ മേൽ തെരിപ്പാട്ടുകയും ചെയ്തിട്ട് അതിലെ മുസ്ലിം ലോകം അംഗീകരിച്ചിട്ട് ഇന്നും ആറും ഭിന്നത ഇല്ലാണ്ട് ഹിജരി കാലണ്ടർ ലോകത്ത് അറിയപ്പെട്ടുകൊണ്ടുണ്ടോ. ഏതായാലും ഹിജരി കലണ്ടർ ബറവുള്ള കാരണം എന്തിനെ ചൊന്തു ഞങ്ങൾ പഠിച്ച. അതേ സമയത്ത് മുഹറം ഒലിമ്പോപത്ര സുന്നത്ത് നോമ്പുടെ പ്രാധാന്യത്തെയും അത് പിടിക്കൂ മുസ്ലിം ലോക പിടിച്ചുകൊണ്ട് പറവുള്ള കാരണവും അതിനെ സംബന്ധിച്ചിട്ടും
ഞങ്ങൾ പഠിച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ അമൽ ചെയ്യുക ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹറം സാക്ഷിയായെങ്കിലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ഷിപ്പ് പോയിട്ട് ജൂതി ചൊല്ലെങ്കത്തെ പർവ്വതത്തെ മേലിൽ പോയിട്ട് തന്നിങ്ങനെ കീൽ വന്ന് സുനാമി വന്ന് തന്നിലിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ ഷിപ്പ് അതിങ്ങനെ മെല്ലെ തന്നിങ്ങനെ കീൽ പോയിട്ടാകുമ്പോൾ ജൂതി ചൊല്ലെങ്കത്തെ ഒരു ഗുഡ്ഡയുടെ മേലിലേറ്റിക്കട് ആ ഷിപ്പ് പോയിട്ട് നിൽക്കടേ. എത്ര വർഷങ്ങളായിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ഷിപ്പ് വന്ന് അല്ലേ? പിന്നീട് എത്രമാ വർഷകാല കഴിഞ്ഞാൽ പിന്നെ ഇടിക്കട് സയന്റിസ്റ്റുമാർ ആ ഷിപ്പിനെ സംബന്ധിച്ചിട്ട് റിസർച്ച് ആക്കണേ. ജൂതി പർവ്വതത്തെ പോയിട്ട് റിസർച്ച് ആക്കണേ. ഇങ്ങനത്തെ ഒരു ഷിപ്പ് ബന്ധ ഖുർആൻ ചൊല്ലല്ലേ ജൂതി പർവ്വതത്തെ മേൽ നിണ്ടെത്തുണ്ട്. അത് നിണ്ടെങ്കത്തെ പക്കവോടെ അത് നിണ്ടെങ്കത്തെ ആ ഷിപ്പിടെ ഷേപ്പ് എങ്ങനെ ചൊല്ലെല്ലാം റിസർച്ച് ആക്കിത്താമ്പത്തു അങ്ങ് ആ ഷിപ്പിടെ ഷേപ്പ് എങ്ങനെ ചൊല്ലതെല്ലാം കണ്ടെത്തുക സാധ്യമായിട്ട് കണ്ടെത്തിട്ടാകുമ്പോൾ അങ്ങ് അത്ഭുതപ്പെട്ടു പോയാർ. ഒരു ഷിപ്പ് സുനാമി പറമ്പത്തുക പോലും അടിമേലാവാണ്ട് നിലനിൽക്കുക എങ്ങനെ വേണ അത്രയും ഭദ്രമായ രീതിയിലുള്ളെങ്കത്തെ വ്യവസ്ഥയുണ്ട് ആ ഷിപ്പിലുണ്ട്. കാരണം അള്ളാഹു നിർദ്ദേശിച്ചതല്ലേ. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ നമ്രൂദിന്റെ തീയിൽ നിന്ന് ബച്ചാവാക്കപ്പെട്ടത് അതും മുഹറമിൽ. ഫിർഔനിൽ നിന്ന് ബനു ഇസ്രായേലിലെയും മൂസ നബി അലൈഹി സ്വലാമുടെ ബച്ചാവാക്കിയതും മുഹറമിൽ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിൽ മോചന കിട്ടിയതും മുഹറമിൽ. യൂനുസ് നബി അലൈഹി സ്വലാം മീന്റെ ബൈത്തുൽഗത്തെ രക്ഷപ്പെട്ടതും മുഹറമിൽ. അപ്പോ എല്ലാവർക്കും സന്തോഷങ്ങൾ കിട്ടിയെങ്കത്തെ തിങ്കളാണ് ഏത്? മുഹറം. സയ്യിദുനാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ മീൻ മുൽങ്ങത്തൽ. ഞങ്ങളിപ്പോൾ വലിയ മീൻ മുൽങ്ങത്തിന്റെ പേരിക്കോ അള്ളാഹു കാക്കട്ടെ. അങ്ങനെ മീൻ മുൽങ്ങത്ത് ഈ പള്ളിയുടെ അത്ര വലിയ മീൻ അതിലെ ഭയത്തിലുള്ള വേല ബെഡ്റൂമിടെ അത്ര വലിയ പക്കല്ലുണ്ട്. ആയെങ്കും ഞങ്ങൾക്ക് മരിക്കാണ്ട് ജീവിക്കുക അവിടെ ഇല്ല. അത് മുൽങ്ങിയെങ്കിൽ പിന്നെ മരിക്കണമേ, ഉൽഗതമ്മ കേട്ടിട്ട് മരിക്കണമേ. കാരണം മനുഷ്യക്ക് ജീവിക്കുക വേന്മായെങ്കത്തെ വ്യവസ്ഥ അതിർഗത്തിലില്ല. പൈച്ചിട്ടും താകായിട്ട് മരിക്കാറില്ല, ശ്വാസം കിട്ടാൻ മരിക്കാറ്. പൈക്കിടകത്തില്ല ബലുബല മീനെല്ലാമത്തുകു പിന്നെ കുറെ അയില മത്തിയെല്ലാം മുളുങ്ങിടു ഉൽഗത്തിൽ അങ്ങനെ വേനും തിന്നാ. പിന്നെ കുറെ തന്നെയും കുടിക്കട് വേനുങ്ങ താകത്ത് തന്നെയും കുടിക്കുക. അപ്പൊ പൈച്ചിട്ട് താകായിട്ട് മരിക്കല്ല, പിന്നെ ശ്വാസം കെട്ടിയിട്ട് മരിക്കുക. ശ്വാസം കെട്ടിരുന്ന അത്ര വില മീൻ്റെ ഉൽഗത്തിൽ എത്ര പക്കൊണ്ടു എത്ര സ്ക്വയർ ഫീറ്റ് ഇക്കൂ അല്ലേ? എത്ര നിന്നിട്ടും കാര്യമില്ല, ഉൾഗ പോയി മരിക്കാറ്. പക്ഷേ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം വഫാത്താവാൻ ഉൽഗത്തിൽ ബച്ചാവായിടെ അത് അള്ളാഹു വലിയ അത്ഭുതം കൊണ്ട് അള്ളാഹുടെ വലിയ പവർ കൊണ്ട് അള്ളാഹു ബച്ചാവാക്കിയത്തെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ലോകത്ത് അത്ഭുതപ്പെട്ടു പോണ്ടെങ്കത്തെ ഒരു സംഭവം ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം ബച്ചാവായത്. പിന്നെ യൂനുസ് നബി അലൈഹി സ്വലാം ബച്ചാവാച്ചെന്നെങ്കത്തെ ദുആ എന്തേ? ദുആ യൂനുസ് ചൊല്ല പേരിൽ അറിയപ്പെട്ട ദുആ ആയിരിക്കും ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. ജയിലിൽ ആരെങ്കിലും കുടുങ്ങിട്ടിരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് ഇത് ബറാബരി ഓതച്ചൊന്നെങ്കിൽ ജയിലിലെ ബച്ചാവായിട്ട് ബച്ചാവാടാറ്. അതേപോലെ ഗൾഫിൽ പോയിട്ട് കുടുങ്ങി നിൽക്കിടാറ് റായത്ത് പറകേ ആവില്ല. അങ്ങനെ എന്തിനും ആ പ്രോബ്ലം ഉണ്ടു. അങ്ങനെ ഇപ്പൊ ബറു പോയി അങ്ങനെ അറസ്റ്റ് ആക്കിടാറ്. അറസ്റ്റ് ആക്കിയും പിന്നെ കുറെ വർഷക്കാലം ജയിലിൽ തീക്കേണ്ടി വരും. അങ്ങനെ കട്ടും ചുറ്റിങ്ങനെ സൗദിയിലാ ദുബൈയിലാ നട്ടം തിരിഞ്ഞു നോക്കിക്കിടങ്ങി ഇന്നെങ്കിൽ അങ്കും ചൊന്നു കൊടുക്കുക ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. മണ്ടറങ്ങ നോക്കുർബേനെങ്കിൽ ഇൻഷാ അല്ലാഹ്. അങ്ങനെ എത്രമാൽമാർ ബച്ചാവയിടാറ്. അത് യൂനുസ് നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടില്ലേ, അതുപോലെ രക്ഷപ്പെട്ടു പറകാവുള്ളൂ. നല്ല സാധാരണ എല്ലാം മജ്‌ലിസും വെള്ളത്തും വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ മോനും അഹമ്മദാബാദിൽ പഠിച്ചുകൊണ്ടുള്ളെങ്കത്തെ ഒരു വിദ്യാർത്ഥി അഹമ്മദാബാദിലെ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ ഫ്രണ്ട്സുമാരുടെ കൂടിയിട്ട് പെർമിഷൻ ഇല്ലാണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അങ്ങനെ ഹോസ്റ്റലിൽ താമസിച്ചിട്ട് മക്കൾ ക്ലാസ് നടക്കുമ്പോൾ കോളേജിലെ ക്ലാസ്സുക്കും പോയിട്ട് അറ്റൻഡ് ആയിട്ട് മക്കളുടെ കയ്യിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ പോയിരേ. പക്ഷേ പോയിട്ടാകുമ്പോഴത്തേക്കും അവിടെ
ಆರೋ ಇನ್ಫಾರ್ಮ್ ಹಾಕ್ಯಾರು, ಪೊಲೀಸ್ರಂಗ ಬಂತು, ಅರೆಸ್ಟ್ ಆಗಿದ್ದು ಗುಂಪೋಯಾರು. ചെറിയ വിഷയം. തൻ്റെ ഫ്രണ്ട്സിലൊട്ടിക്ക് ദിക്കോബേനായിട്ട് ബന്ധന അത്ര വലിയൊരു ഇഷ്യൂ അവിടെ എത്തിയ വിഷയമൊന്നും അല്ല. പക്ഷേ പോലീസിനൊക്കെ കിട്ടിയത് മുസ്ലിം ഉണ്ടായപ്പോൾ അവങ്ങളെ പിടിച്ചെടുത്ത് പോലീസ് കസ്റ്റഡി എടുത്താറ്. വലിയ ഉപദ്രവങ്ങളെല്ലാം ചെയ്തുകൊള്ളാറ്. ജയിലിലുണ്ടോ ആ വാളക്കാര, ആ വിദ്യാർത്ഥി ജയിലിലുണ്ടോ. അതേപോലെ എന്തെല്ലാം ആരോപങ്ങൾ ഇട്ടുകൊണ്ടുള്ളാറ്. ടെററിസ്റ്റായിട്ട് പാകിസ്ഥാനത്ത് ഇന്ത്യത്തെ ഇൻഫർമേഷനെല്ലാം കൊടുക്കുക ട്രൈ ആക്കിയിട്ടുള്ള ചൊന്ത് എന്തെല്ലാം ഇല്ലാത്ത ആരോപണങ്ങളിട്ട് മുസ്ലിം ചൊല്ല കാരണത്താൽ ബിരുദവും കേസിട്ടിട്ട് ജയിലിലിട്ട വെച്ചിരാർ. അള്ളാഹു ബഹാനായ നബിയുല്ലാഹ് യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ഹക്ക് ജാഹ ബർക്കത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാനവറുകൾ പഠിപ്പാട്ടിയ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ് ളാലിമീൻ ചൊല്ല ഈ ദുആയുടെയും ബർക്കത്തുകൊണ്ട് ആ ബാലക്കാരുടെ എത്രയും വേഗത്തിൽ അള്ളാഹു ജയിലിൽ നിന്ന് ബച്ചാവാക്കുമാരാകട്ടെ. അതുപോലെ ജയിലിൽ കുടുങ്ങിയ നിരപരാധികളായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അള്ളാഹു രക്ഷപ്പെടുത്തുമാരാകട്ടെ. ഇസ്രയേലിലെ ജയിലിൽ ഫലസ്തീൻ്റെയും ഗസത്തെയും എത്ര ആണിങ്ങ പെണ്ണിങ്ങ ജയിലിൽ നിറക്ക ജീവന നിറക്ക യാതന അനുഭവിച്ചുകൊണ്ടുള്ളെങ്കത്തെ ചരിത്രങ്ങളല്ല നിങ്ങളെ കണ്ടിട്ടിക്കുക. ജയിലിലെ വിടുകടായി ബന്നെങ്കത്തെ ഓരോ പെണ്ണിങ്ങല്ല അങ്ങല ജീവനത്തെ ഒരു ആ ദുഃഖത്തെ അവസ്ഥകളെല്ലാം വിവരിക്കരുത്. അള്ളാഹുവേ അങ്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അപ്പൊ നബിയുല്ലാഹി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടെങ്കെത്തി തിങ്ങൾ. അപ്പൊ ആരെങ്കിലും പേടിക്കണ്ട. എന്തേ രക്ഷപ്പെടുകയായിട്ടുള്ള തിങ്ങളായിരിക്കും മുഹറം. എന്ത് രോഗം ഇന്നെങ്കിലും, എന്ത് ടെൻഷൻ കടിന്നെങ്കിലും, എന്ത് ദുഃഖത്തിൽ നിന്നെങ്കിലും, എവിടെ കുടുങ്ങിപ്പോയിട്ടിന്നെങ്കിലും ഈ മഹാന്മാരെല്ലാം ബച്ചാവായെങ്കത്തെ തിങ്ങളല്ലേ മുഹറം. നങ്ങം ഈ മഹറമ്പൽ കണ്ടിത്ത നങ്ങ ഇതിൽ ഞങ്ങൾ കുടുങ്ങിയതിൽ ഞങ്ങൾ പുറത്ത് ബണ്ടമേ രോഗ ശിവയാവിടമേ ബച്ചാവാവിടമേ ചൊല്ലെങ്കിത്തെ പൂർണ്ണ നിർധാരത്തോടുകൂടെ അള്ളാഹുൽ തവക്കുലാക്കി ദുആ ചെയ്യൂರು. കാരണം മഹറമ്മയുടെ ഓരോ നാളും ദുആക്ക് ഇജാബത്തുള്ളത്. അതിൽ പ്രത്യേകിച്ച് മഹറമ്മയുടെ 10 നാൾ, അതിലും മഹറമ്മയുടെ 12ത്തെ ജാവ് 12ത്തെ നാള് വല്ലാത്ത ദുആക്ക് ഇജാബത്തുള്ളെങ്കിത്തെ നാൾ. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിർസപ്പെട്ട പുള്ളിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹായുടെ മോന് ഹുസൈൻ റളിയല്ലാഹു അൻഹുടെ കർബലയിൽ വെച്ച് കൊന്നതും ആ ദുഃഖത്തെ സംഭവം ഉണ്ടായതും ഇതേ മുഹറം തിങ്കളായിരിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് തങ്ങളുടെ ഹയാത്ത് കാലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻസൂചന എത്തുവാട്ടിയതും ഒരു നാളൊരു മലക്ക് പണ്ട് ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വേറെപ്പോഴും കണ്ടിട്ടിക്കല. അങ്ങനത്തൊരു മലക്ക് ബന്ധു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് മുന്നോലെ തെരിപ്പാടിട്ട് നിങ്ങളുടെ ഈ മോണു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇതാ കൊല്ലുടാറ്, ഇങ്ങനത്തെ ആൽമാർ ഇങ്ങനത്തെ പക്കത്തിൽ കൊല്ലുടാറ് ചൊല്ലിയതിനെ സംബന്ധിച്ച് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നോലെ തെരിപ്പാട്ടിങ്കത്തെ ആ ദുഃഖത്തെ സംഭവം നടന്നരെ ഇതേ മുഹറം തിങ്കളായിട്ടിരിക്കും. ഞാൻ എൻ്റെ പലക്ക ഞാൻ വിശാലമാക്കാൻ ഉദ്ദേശിക്കില്ല. ഞാൻ എൻ്റെ പലക്ക നിപ്പാട്ടിക്കൊണ്ടുള്ള പഠിക്കണമെങ്കത്തെ അത്യാവശ്യ വിഷയങ്ങൾ നിങ്ങൾക്കെല്ലാം ഗുന്തിക്കണമെങ്കത്തെ അത്യാവശ്യമായ വിഷയങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ചർച്ച ചെയ്തത്. അതൊന്നും ഒരു പോയിന്റും മറക്കാട്ട് നിനപ്പിക്കണം. എല്ലാ വർഷവും ചിലപ്പോൾ ഞാൻ ചൊല്ലുണ്ടില്ല, എപ്പോഴും ഇത് ഞങ്ങൾ ചൊല്ലുണ്ടില്ല. ചൊന്ന ഉണ്ട് ഇതിനെ സ്പഷ്ടമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ബൈഹാട്ടാക്കി വെച്ചൊള്ളൂ. ആരെങ്കിലും തെരിയാത്തെങ്കിൽ വെറുതെ ഗലാട്ടാക്കുകൊള്ള പോയിരണ്ട അങ്ങ് ചൊന്നു കൊടുക്കും. ചന്ത ദൈപ്പാട്ടിട്ട് അങ്ങ് ചന്ത പിർസാക്കിയിട്ട് മുട്ട ദൈപ്പാട്ടിട്ട് കറക്റ്റ് ചൊന്നു കൊടുക്കും. എന്തിര ആഷുറ, എന്തിര താസുവ, എന്തിര ബിദ്അത്ത്, എന്തിര ഖുർആൻ, എന്തിര സുന്നത്ത്, എന്തിര ഇജ്മാ, എന്തിര ഖിയാസ്, നിങ്ങൾക്കും അത് ചൊന്നു കൊടുക്കാം. നിങ്ങൾ പഠിച്ചാറില്ല. അള്ളാഹു ഞങ്ങൾക്കെല്ലാവർക്കും നാഫിയായ ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടുകൂടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ചൊന്നു ഞാൻ പാട്ടിരാ. ഏതൊരു വിഷയവും ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഞങ്ങളെ പള്ളി, ഈ പള്ളിയുടെ ഒരു തസ്ബീമാല ഓർത്ത കട്ടുത്ത്, ഈ പള്ളിയുടെ ഈ ഡോറിന്റെ പുറത്തിലൊരു തസ്ബീമാല ഉണ്ട്, അതിലെ വേറൊരാളും കട്ടുത്ത് എന്നെങ്കിൽ യാറെ ശിക്ഷാറ് ജണ്ടാലും കട്ട തസ്ബീമാലമേ. ജണ്ടാലും കട്ട തസ്ബീമാലയുടെ റേറ്റ് 50 റുപ്യമേ. ഒരേ കമ്പനിയുടെ തസ്ബീമാല, അതിൽ യാതൊരു ഇതുമില്ല. അതിന് ശിക്ഷക്ക് യാറെ കുറവുണ്ട്. കാരണം ഇത് കട്ടറെ പള്ളി ഉൽഗത്തെ, അത് കട്ടറെ പള്ളിയുടെ പുറത്തെ. പള്ളി ചൊല്ലതല്ല ബഹുമാനിച്ച പക്കല്ലേ അവിടെ കക്കോ തീരുവ. അപ്പൊ ഇവിടെ കട്ട ആൾക്ക് ജണ്ടടി യാറ
ഇതുപോലെ മുഹറം ചൊല്ലത് അള്ളാഹു വലിയ ബഹുമാന ആദരവ് കൊടുത്തെങ്കത്തെ തിങ്കള് ബാക്കിന്റെ നാല് തപ്പാക്കെടുത്ത് പോലെ മുഹറമുൽ തപ്പാക്കു തീറ. ബാക്കിന്റെ നാല് മൊബൈലിൽ ഇങ്ങനെ കുറെ ഷോർട്സ് നോക്കിക്കൊണ്ടും കുറെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റത്തിലോ അതിലും ഇതിലും നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കുന്നത് പോലെ മുഹറമുലാക്കി രുതീറ. ബാക്കിന്റെ നാല് സിനിമവും സീരിയലും കണ്ടതുപോലെ അപ്പം കാണൂ തീറ. എന്തായാലും ബാക്കി നാൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ മുഹറമുൽ കാണൂ തീറ. മുഹറം അല്ലാഹു ബഹുമാനിച്ചെങ്കത്തെ നാൾ. അതുകൊണ്ട് ആ മുഹറം നിങ്ങൾക്ക് വലിയ ബഹുമാനാദരവ് കൊടുത്തില്ലെങ്കിൽ പിന്നെ വലിയ നാശങ്ങൾ ഇരിക്കും. അല്ലാഹു കാത്ത് സലാമത്താക്കുമാരാകട്ടെ. മുഹറം 10 ഔത്തുള്ള ഗമ്മത്താക്കണം. നോമ്പിടിച്ചിട്ട് എന്തൊരു ഗമ്മത്ത് ഉസ്താദ്? നോമ്പിടിച്ചത് ഗമ്മത്താക്കണം വെച്ചെങ്കിൽ എല്ലാ വിഷയത്തിലും ഉണ്ടല്ല നല്ല റാഹത്തിൽ അല്ലേ? മുഹറമ്മുടെ 10 വലിയ സന്തോഷങ്ങളെല്ലാം ആക്കോബേനായ മഹാന്മാർ നമുക്ക് ആക്കി കാട്ടി പഠിപ്പാടി തന്നെ ഇതായിട്ടിക്കട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഈ മുഹറമ്മിൽ ഞങ്ങൾ ചെയ്യണം. അങ്ങനെ ഞങ്ങളെല്ലാവരും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കിടങ്ങാവണം. അള്ളാഹു റെസ്പെക്റ്റ് ആക്കു ചെന്നതിനെ റെസ്പെക്റ്റ് ആക്കിടങ്ങാവണം. അങ്ങനെ ഒരു നല്ല മനുഷ്യന്മാരായി ജീവിച്ച് ഈമാൻ സലാമത്തായി മരിച്ചിട്ട് അള്ളാഹുടെ സുഖലോക സ്വർഗത്തിൽ കുടുംബസമേത സേറുകുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും അങ്ങനെ കുടുംബസമേത സേറുകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാരാകട്ടെ.